വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 11:59 12 മണിയായ 1 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ. ഇന്ന് തൊട്ട് നമ്മൾ സൊമാറ്റോ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ വീഡിയോ ഒന്നുമല്ല, ഗോ ഓൺലൈൻ നൗ. ഇത് കുറച്ച് ദിവസം നീണ്ടു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കുറേ പൈസയുടെ സംഭവങ്ങളൊക്കെയാണല്ലോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ലതായിട്ട് വെട്ടമൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഗോ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗിഗൊക്കെ അഡ്വാൻസ് ബുക്ക് ചെയ്തായിരുന്നു. ഇന്ന് 25-ാം തീയതിയാണ്, നവംബറാണ്, മൺഡേ ആണ്. ഇതിവിടെ ഓൺലൈൻ ശരിക്കും ഇന്ന് ഒന്നുകൂടെ ഓഫാക്കിയിട്ട് ഓണാക്കാം, അല്ലെങ്കിലല്ലോ സംഭവം ഓൺലൈൻ ആവാൻ ചാൻസ് കുറവാണ്. ഓൺലൈനായി. അപ്പോൾ ഗിഗ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 12 to 2 ഒരു സ്റ്റാർ ഗിഗ് കിട്ടിയിട്ടുണ്ട്. ഈ പീക്ക് അവറിലുള്ള ഗിഗിനൊക്കെയാണ് സ്റ്റാർ ഗിഗ് എന്ന് പറയുന്നത്. പിന്നെ 6 to 7 അത് കഴിഞ്ഞ് നമുക്കൊന്നും ബുക്ക് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഓൾ ഗിഗ് എടുക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഫുള്ളാണ്. 2 to 3, 3 to 4. കാരണം നമ്മൾ ഇതിലേറ്റവും കിടകെട്ട പാർട്ണറാണ്, അതായത് ബ്ലൂ പാർട്ണറാണ്. ബ്ലൂ പാർട്ണറായി കിടക്കുന്ന നമുക്ക് എന്താ പറയുക, പ്രയോറിറ്റി കുറവാണ്. നമ്മൾ ബ്ലൂ ആണ്. നമ്മളിനി വർക്ക് ചെയ്ത് ബ്രോൺസ് ആവണം, സിൽവർ ആവണം, ഡയമണ്ട് ആവണം. അപ്പോൾ ഇതൊരു യാത്രയാണ്, ഈ ബ്ലൂവിൽ നിന്നും ഡയമണ്ട് വരെയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഒരാഴ്ചത്തെ വ്ളോഗായിട്ടൊന്നും അല്ല. ഇതിങ്ങനെ പോകും, ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 2 മാസം. നമ്മൾ ഡയമണ്ട് പാർട്ണർ എന്നാകുന്നു അതുവരെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടി റിവ്യൂവും നമുക്ക് നല്ല യാത്രാ വ്ളോഗും എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതായത് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പോകും കേട്ടോ. ഈ സാധനം ഞാൻ കഴിഞ്ഞ ദിവസം ഡെയിലി വ്ളോഗിൻ്റെ 2 എപ്പിസോഡ് ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ അതെനിക്ക് ഇടാൻ പറ്റിയില്ല, കാരണം അത് അത്ര സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്ന് മൺഡേ അല്ല, അപ്പോൾ ഇന്നോട്ട്, കാരണം ഞാൻ വെള്ളിയും ശനിയും എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോയി, പിന്നെ കണ്ടിന്യൂറ്റി അങ്ങ് വിട്ടുപോയി. അപ്പം ഇന്നോട്ട് തുടങ്ങാമെന്ന് ഓർത്തു. പിന്നെ സ്വിഗ്ഗിയുടെ പരിപാടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഇനി ഞാൻ സ്വിഗ്ഗി ഓടാൻ പോകത്തേ ഇല്ല, മതിയായി. ഇനിയിപ്പോൾ നാളത്തെ സ്ലോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ 3 മണിയാണ് കേട്ടോ. അൺലോക്ക് ബൈ ഇംപ്രൂവിങ് മെഡൽ ടു ബ്രോൺസ്. അപ്പോൾ നമ്മൾ ബ്രോൺസ് ഒക്കെ ആണെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, ഡയമണ്ട് ഒക്കെ ആണെങ്കിൽ 4 ദിവസം അഡ്വാൻസ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3 മണിയൊക്കെ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ ഒരു 3 മണി ആയപ്പോഴാണ് ഇന്നത്തെ ഞാൻ ഈ സ്ലോട്ട് ബുക്ക് ചെയ്തത്. എനിക്ക് 4 ഗിഗാണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ടോട്ടൽ 5 hour എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എസ്റ്റിമേറ്റഡ് പേ ഔട്ട് ഇവിടെ കാണിക്കുന്ന 300 to 455 രൂപ വരെ കിട്ടും എന്നാണ്. വേറെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കുറേ നാൾ ഓടായിരുന്നുകൊണ്ട് ടച്ച് വിട്ടുപോയി. നമ്മുടെ അവൈലബിൾ ക്യാഷ് ലിമിറ്റ് കാണിക്കുന്നുണ്ട് 375 രൂപ നമുക്ക് ക്യാഷ് ലിമിറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ ക്യാഷൊക്കെ വന്നത് ബ്ലോക്കായി പോകും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് അത് കൂടിയൊക്കെ വരും കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂരാണ് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഏറ്റുമാനൂർ കോട്ടയം സോണിനുള്ളിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സോൺ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരു കളം വരച്ചിട്ടുണ്ട്, ഏറ്റുമാനൂർ കോട്ടയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒരു ലോക്കൽ മൈക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഒരു മൈക്ക് ചേട്ടാന്ന് പറഞ്ഞപ്പോൾ ഒരു മൈക്ക് എടുത്ത് തന്നു. അതിനുശേഷം നമ്മുടെ ആശാൻ സജസ്റ്റ് ചെയ്ത മൈക്കുണ്ട്, അത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ മൈക്കിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, ഭയങ്കര എരപ്പൊക്കെയാണ്, സൗണ്ട് അത്ര സെറ്റാകുന്നില്ല. ഞാൻ പുതിയൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നിടത്തേക്കും വരെ ഈ ഒരു മൈക്കിൽ പോകാമെന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ മേ ബി നമ്മുടെ ആശാൻ നാട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആശാനുമായിട്ടൊരു മീറ്റപ്പൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആശാനെ എനിക്ക് കൂടെ നിന്നൊരു സെൽഫി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ ഇടയ്ക്ക് ഞാൻ ആശാൻ്റെ കൂടെയുള്ള നിമിഷങ്ങളും പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ സൊമാറ്റോയുടെ ഡെയിലി വ്ളോഗൊക്കെ ആയിട്ട് ഇവിടെ എവിടെയൊക്കെ കാണും, വരുമ്പോൾ ഒന്ന് വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓർഡറൊന്നും അടിച്ചിട്ടില്ല. ക്യൂട്ടിപ്പൈ കേക്ക്, കോട്ടയം നൈറ്റ്സ്, ബേക്ക് ഹൗസ്, എന്താ കുറേ കടകളൊക്കെ ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയുക, അത്യാവശ്യം ഓർഡർ വരുന്ന കടകളും അതിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ പോയി ഓർഡർ അടിക്കും എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ സ്വിഗ്ഗി പോലെ അല്ല സൊമാറ്റോ കേട്ടോ. സൊമാറ്റോയ്ക്ക് ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതായത് ഒരു വർക്ക് ചെയ്യുന്നതിനൊരു വില കൊടുക്കുന്ന കമ്പനിയാണ്. ഇപ്പോൾ നമ്മളൊരു 70 കിലോമീറ്ററൊക്കെ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഈ സൊമാറ്റോയുടെ ആപ്പ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കൂടെയാണ് നമ്മൾ മാപ്പ് കാണുന്നതെങ്കിലും അതിൻ്റെ ഓവറായിട്ട് സൊമാറ്റോയുടെ ആപ്പും കിടക്കും കേട്ടോ. അതിൻ്റെ അത് ഓവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ പൊക്കത്തായിട്ട് കിടക്കും. ഓവർ ദി ആപ്പ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഓവർ സ്പീഡൊക്കെ ആണെങ്കിൽ ഗോ സ്ലോ എന്നൊക്കെ പറഞ്ഞ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും, അതായത് ഒരു റൈഡറെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. മെറ്റേ കമ്പനി പോലല്ല. മെറ്റേ കമ്പനി എന്ന് പറഞ്ഞാൽ കൂടി കൊണ്ടുപോലും തിരിഞ്ഞു നോക്കാത്തൊരു കമ്പനിയാണ് സ്വിഗ്ഗി. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുന്നേ ഞാൻ ഓടിയായിരുന്നു. അപ്പോൾ എന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അപ്പം മാത്രമല്ല, എപ്പോഴും സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ. ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ഓപ്ഷനിൽ ലൊക്കേഷൻ തെറ്റെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് വിളിച്ചു. അപ്പോൾ ആ ഓപ്ഷനിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കസ്റ്റമർ കെയറിൽ നിന്ന് കോളൊക്കെ എടുത്തു. കുറേ നേരം എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഓപ്ഷനിൽ വിളിച്ചിട്ട് കാര്യമില്ല, CNR അതായത് ഓർഡർ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. കാരണം അതിന് മുന്നേ ആ ഓപ്ഷനിലിട്ടാണ് വിളിക്കാറ്. കാരണം അതിന് ഓരോ ദിവസം ഓരോ രീതികളൊക്കെ വന്നുകൊണ്ടിരിക്കുക. സ്വിഗ്ഗിയുടെ കാര്യമായിട്ട് ഈ പറയുന്നത്. കാരണം ഇന്നിപ്പോൾ ഉള്ള പോലെ എല്ലായിരിക്കും നാളെ. ഓരോ ദിവസം പുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയത്തില്ല. കസ്റ്റമർ കെയർ വിളിക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് ഇങ്ങനത്തെ വർത്താനമൊക്കെയാണ്. എനിക്ക് വലിയൊന്നും, ഞാൻ എന്നാലും നിർത്താൻ പോകുമായിരുന്നില്ല. അപ്പോൾ ID പോകണേ പോട്ടെ എന്നുള്ള രീതി ഞാൻ പറഞ്ഞ്, അതിനാണോ താനൊക്കെ പിന്നെ എന്നാ മൂഞ്ചാനിരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ കട്ടാക്കി.
അപ്പോഴത്തേക്കും പിന്നെ കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ നമ്മുടെ നല്ല സമയമൊക്കെ പോയി കിട്ടി. ഇതുപോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെ കുറേ ഈ സ്വിഗ്ഗി ഓടുന്ന സമയത്തുണ്ട്. കാരണം റൈഡർക്ക് ഒരു പുല്ല് വിലയാണ്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, ഇത് പക്കയാണ്. ഇതിൻ്റെ ആപ്പും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കയാണ്. കാരണം ഇതിൻ്റെ അത് കസ്റ്റമർ കെയർ ആയിക്കോട്ടെ, സപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം ഈ ആപ്പ് കിടിലാണ്. പിന്നെ പൈസയുടെ കാര്യം നോക്കുമ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ലാഭമായിട്ട് തോന്നും, ചിലപ്പോൾ ഇത് ലാഭമായിട്ട്. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒരു വള്ളത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നല്ലത് മോശമൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസം സൊമാറ്റോ ഓടി നോക്കിയായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ വന്നപ്പോൾ എനിക്ക് 700 രൂപയാണ് കിട്ടിയത്. അപ്പോൾ 700 രൂപ മറ്റേതിൻ്റെ അകത്ത് 13 ഓർഡർ എങ്ങാണ്ട് എടുത്തപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻസെൻറ്റീവ് അടിച്ചായിരുന്നു സ്വിഗ്ഗിയിൽ. അപ്പോൾ 125 രൂപ കിട്ടി. അപ്പോൾ അതിന് ടോട്ടൽ എനിക്ക് 925 രൂപ എങ്ങാണ്ട് ഒരു ദിവസം കിട്ടി ഫസ്റ്റ് ഇൻസെൻറ്റീവ് അടിച്ചപ്പോൾ. ഇതിൽ ഇൻസെൻറ്റീവ് ഒന്നുമില്ലല്ലോ. ഇതിൽ ഞാൻ 16 ഓർഡർ എടുത്തിട്ട് എനിക്ക് ടോട്ടൽ കിട്ടിയത് 700 രൂപ എങ്ങാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10-20 രൂപയുടെ വ്യത്യാസം വന്നു. പക്ഷേ മറ്റേതിൽ ഞാൻ രാവിലെ ഒരു 11:30 തൊട്ട് രാത്രി 10-11:30 വരെ കണ്ടിന്യൂസ് 9.5 മണിക്കൂർ ഫുൾ ടൈം ആണല്ലോ. അപ്പോൾ അത്രയും നേരം ഞാൻ നിന്നു. ഇതിൽ നിന്നതെന്ന് പറഞ്ഞാൽ അന്ന് 12 to 2 വരെ നിന്നു. പിന്നെ ഞാൻ വൈകിട്ട് 6 to 11 വരെ. അപ്പോൾ അങ്ങനെ അത്രയും ഇടയ്ക്ക് ഗ്യാപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാ സ്ലോട്ടും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തത്. അപ്പോൾ വർക്കിംഗ് രീതിയിലും കുറച്ച് വ്യത്യാസമുണ്ട് സമയത്തിൽ. മറ്റേ അത്രയും കണ്ടിന്യൂസ് ഒന്നും ഇവിടെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ്. 2 to 3 വർക്ക് ചെയ്തില്ല, 3 to 4 വർക്ക് ചെയ്തില്ല, 4 to 5, 5 to 6 അത്രയും സമയം ഓഫായിരുന്നു. അതിനുശേഷം പിന്നെ വൈകുന്നേരം. ശരിക്കും പറഞ്ഞാൽ അന്ന് പാർട്ട് ടൈം വർക്ക് ചെയ്തതെന്നേ പറയാൻ പറ്റത്തുള്ളൂ, ഫുൾ ടൈം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രാവിലെ ഒരു ഗിഗ് മാത്രമേ കിട്ടിയുള്ളൂ നമുക്കിപ്പോൾ കിട്ടിയ പോലെ. ഈ സ്റ്റാർ ഗിഗുകൾ കൂടുതൽ അച്ചീവ് ചെയ്താലേ കേട്ടോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലെവൽ അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമുക്ക് ബ്ലൂ പാർട്ട്ണർ, ബ്രോൺസ്, സിൽവറിലോട്ടൊക്കെ കയറണമെങ്കിൽ സ്റ്റാർ ഗിഗ് അച്ചീവ് ചെയ്യണം. കാരണം സ്റ്റാർ ഗിഗാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ നമുക്ക് 2 സ്റ്റാർ ഗിഗ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 12 മണിയുടെയും പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള രാത്രിയിലത്തെയും. എങ്ങോട്ടാണ് പോകുന്നത്? ദിശ അറിയാതെ പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കുമെന്ന് പറയുന്ന പോലെ നമ്മൾ എങ്ങോട്ടായി പോകേണ്ടത്? എങ്ങോട്ടാണ് പോവാ? ടൗണിലോട്ട് പോവാം. രാവിലെ തന്നെ ഒരു സ്വിഗ്ഗിക്കാരൻ്റെ സ്കൂട്ടർ കണ്ടു. KFC എത്തിയിട്ടുണ്ട്. KFCയുടെ ഫ്രണ്ടിൽ ഒരു സൊമാറ്റോക്കാരൻ്റെ വണ്ടി കാണുന്നുണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും സൊമാറ്റോക്കാരാട്ടോ. ഇപ്പോൾ സ്വിഗ്ഗി ഓടാനൊന്നും അധികം ആളില്ല. പണ്ടൊക്കെ സൊമാറ്റോ വർക്ക് ചെയ്തുകൊണ്ട് സമയത്ത് സൊമാറ്റോയുടെ ടീം ലീഡർ ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു വാട്സപ്പിലും. ഇന്ന കടയിൽ ഓർഡർ പെൻഡിങ് ഉണ്ട്, ഇന്ന കടയിൽ പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടയുടെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് അയക്കുമായിരുന്നു പീക്ക് അവറിലൊക്കെ. ഇപ്പോൾ അതുപോലെ സ്വിഗ്ഗിന്ന് അയക്കാൻ തുടങ്ങി. അതിനെച്ചാൽ ഓടാൻ ആളില്ലാത്ത സമയത്ത് അങ്ങനെ അയക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ സ്വിഗ്ഗി ഓടാൻ ആളില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, ഇന്ന കടയിൽ ഓർഡർ ഉണ്ട്, ഇന്ന കടയിൽ ഓർഡർ ഉണ്ട്, അവിടെ ചെല്ലെന്ന് പറയും. കാരണം വേറൊന്നുമല്ല, ഈ സാധനം അത്രയ്ക്ക് മൂഞ്ചലായതുകൊണ്ട് ആരും ഓടുന്നില്ല. കാരണം ഇല്ലേ, ഡെയിലി ഇൻസെൻറ്റീവ് ഇല്ല, പെട്രോൾ അലവൻസ് ഉണ്ടായിരുന്ന കളഞ്ഞു, വീക്കിലി കളഞ്ഞു, ഒന്നുമില്ല. ആളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്ന രീതിയിലാണ്. ഓരോ ഓർഡറൊക്കെ കിട്ടാൻ വേണ്ടി രാത്രി വരെ നമ്മളെ പിടിച്ചു നിർത്തുക. സ്വിഗ്ഗിയുടെ കാര്യം കേട്ടോ പറയുന്നത്. ഇത് സൊമാറ്റോക്കാർ ഇത് നിരയായിട്ടിരിക്കുന്നത് കേട്ടോ. നല്ല ആൾക്കാരാണ് കേട്ടോ. സൊമാറ്റോക്കാരൻ ഓർഡർ അടിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ കഠിന തീരുമാനം എടുത്തത്. മൂഞ്ചിയാലും മൂഞ്ചിയില്ലെങ്കിലും പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മളിനി സൊമാറ്റോ ഓടുന്നുള്ളൂ, സ്വിഗ്ഗി ഓടുന്നില്ല. സ്വിഗ്ഗി ഇനി ചത്താലും ഓടത്തില്ല. ആപ്പേ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. മതിയായി, എനിക്ക് വേണ്ട. അയ്യപ്പൻ വണ്ടി വരുമ്പോൾ കേട്ടോ ഞാൻ മാക്സിമം ഒതുക്കിയൊക്കെ കൊടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇവർ കണ്ട ഓറഞ്ചും ആപ്പിളും മുന്തിരിയൊക്കെ തിന്നിട്ട് ഇതെല്ലാം വലിച്ചെറിയുന്നത് റോഡിലോട്ട്, നമ്മുടെ തലയിലെല്ലാം വന്നിരിക്കും. ഞാൻ ഇങ്ങനെ സ്കൂട്ടറെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മടി കുറേ ഓറഞ്ചിൻ്റെ തോലിയൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ മാക്സിമം അകന്ന പോകും. എന്ത് സത്തം ഇവിടെ ഒതുക്കാം. നിങ്ങളെന്ത് സത്തം കേട്ടോ? നമുക്ക് ഹെഡ്സെറ്റ് ഇല്ല കേട്ടോ, നമ്മുടെ ഹെഡ്സെറ്റ് അടിച്ചു പോയി. ഓർഡർ അടിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സൊമാറ്റോയുടെ സൗണ്ട്. അസ്റ്റോറിയ റെസ്റ്റോറൻറ്റിൽ നിന്നും 44 രൂപയുടെ ഓർഡർ. പിക്കപ്പിന് നമ്മൾ 1.24 കിലോമീറ്റർ ഓടണം, ഡ്രോപ്പിന് 3.33 കിലോമീറ്റർ ഓടണം. സ്വൈപ്പ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ഹോട്ടൽ എവിടെയാണെന്നൊക്കെ. ഹോട്ടൽ എനിക്കറിയാം, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വന്നില്ലേ, അവിടെ തന്നെ ഹോട്ടൽ. അപ്പോൾ തിരിച്ചു പോകണം. ഇന്ന് മൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാട്ടോ റോട്ടിലൊക്കെ വണ്ടി ഓടിക്കാൻ. നമ്മുടെ വണ്ടിയാണെങ്കിലും ബ്രേക്കൊക്കെ അത്ര ശോകമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം കേട്ടോ, നിങ്ങൾ ബൈക്ക് വാങ്ങിക്കുമ്പോഴോ സ്കൂട്ടർ വാങ്ങിക്കുമ്പോഴോ ഡിസ്ക് ബ്രേക്കുള്ള വണ്ടി തന്നെ വാങ്ങിക്കണം. ലാഭത്തിന് വേണ്ടി 10-3000 രൂപ കുറവാന്ന് പറഞ്ഞ് ഡ്രം വാങ്ങിക്കില്ല കേട്ടോ. എന്തേരം ബ്രേക്ക് ലൈനർ മാറിയിട്ടാൽ ആ എഫിഷ്യൻസി പോവും. പിന്നെ ആദ്യത്തെ അത് സെറ്റപ്പ് ഒന്നും കിട്ടത്തില്ല. ഡിസ്ക് വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും പക്കയായിട്ട് നിന്നോളും. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞപ്പോൾ എന്നെ ഒരു മച്ചാൻ ഉപദേശിക്കാൻ വന്നു. എനിക്ക് മച്ചാനോടൊന്നും പറയാനില്ല. മച്ചാൻ്റെ വിശ്വാസം മച്ചാനെ രക്ഷിക്കട്ടെ എന്നല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത് ഡെയിലി ഉപയോഗിക്കുന്ന നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഞാൻ ഈ ഡ്രമ്മുള്ള വണ്ടി ഉപയോഗിക്കുന്നത്, ഡിസ്കുള്ള വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ ഇത് മാറി മാറി ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ
ഞാൻ എൻ്റെ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ അപ്പോഴത്തെ ഒരു ലാഭം ഡൗൺ പേയ്മെൻറ്റിൽ കുറച്ച് കുറവ് വരും, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിലാണ് നമ്മളെല്ലാവരും നിങ്ങൾ വണ്ടി എടുക്കാൻ വന്നാൽ ഇതാ മറ്റേ ഇത്തിരി കുറവ്, ആ ഒരു സെറ്റപ്പിൽ പോയി അങ്ങ് വാങ്ങും. പക്ഷേ ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഈ ഡ്രമ്മിന് ഒരിക്കലും ആ തുടക്കത്തിൽ എഫിഷ്യൻസി എപ്പോഴും തരാൻ പറ്റത്തില്ല. ഡിസ്ക് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ പാർട്ട് മാറ്റിയിട്ട് നമുക്ക് ആ എഫിഷ്യൻസി എപ്പോഴും നിലനിർത്താൻ പറ്റും. പിന്നെ ഒരു അന്ധമായ വിശ്വാസമുണ്ട് ഡിസ്ക് പിടിച്ച് തലയും കുത്തി മറിയുന്നൊക്കെ, അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് വണ്ടി വാങ്ങിച്ച് ഒരു സർവീസ് പോലും ചെയ്യാണ്ട് ജീവിതകാലം മൊത്തം വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് വണ്ടി കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല എന്ന് പറയുന്നത് കാര്യമില്ല. അപ്പം അതിന് തേയ്മാനങ്ങളും കേടുപാടുകളൊക്കെ വരും. അതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാണ്ട് വണ്ടി വാങ്ങിച്ചിട്ട് എപ്പോഴും വണ്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റിയൊക്കെ സർവീസൊക്കെ ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻ്റ് ഒന്നും വരാതെ എല്ലാ കാലത്തും നല്ല രീതിയിൽ ഇരിക്കും. ഈ വണ്ടി തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി, അവൻ അത് എനിക്ക് തന്നാണ്. പക്ഷെ അവൻ ഈ വണ്ടി വാങ്ങിച്ച കാലം തൊട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഒരു അനക്കം വരുമ്പോൾ കൊണ്ടേ നന്നാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വണ്ടി നല്ല രീതിയിൽ, ഇത് 2 ലക്ഷം കിലോമീറ്ററോളം ഓടിയ വണ്ടിയാണ്. പക്ഷേ ഇത് ഓടിച്ചാലോ ഇത് കണ്ടാലോ പറയത്തില്ല. ഇത് ഇവിടെയാണ് കട കേട്ടോ. ഈ സൈഡിൽ വല്ലതും വെക്കാം. നല്ല വെയിലാണ് കേട്ടോ. സൊമാറ്റോക്കാരൊക്കെ ഉണ്ടല്ലോ. അമ്മാരവർക്ക് ഞാൻ തന്നെ റീച്ച് കൊടുക്കാവേ. റീച്ചിട്ട് ഫുഡ് റെഡിയല്ല കേട്ടോ. പിക്ക് ഓർഡർ നൗന്നാണ് കാണിക്കുന്നത്. പ്രോൺസ് ബിരിയാണി കേട്ടോ. പ്രോൺസ് എന്ന് പറഞ്ഞാൽ കൊഞ്ചോ ആ സാധനമല്ലേ. കസ്റ്റമർ ആതിര. ഇത് ഹോസ്റ്റലാട്ടോ, MG യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിലോട്ടോ, തൊട്ടടുത്ത് തന്നെ. ഇത് ലോഗിൻ അവറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ലോഗിൻ അവർ 13 മിനിറ്റ് ആയെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് ബുക്ക് ചെയ്യാൻ പിന്നെ എന്തോ ഓഫറുണ്ട് കേട്ടോ. വീക്കെൻഡ് സ്പെഷ്യൽ എന്ത് കിണ്ടിയാണത്. ഇൻസെൻറ്റീവ് 800, ഏർണിങ് 2750 രൂപയ്ക്ക് ഓടുവാണെങ്കിൽ 25 നവംബർ തൊട്ട് 28 വരെ ഓടുവാണെങ്കിൽ 800 രൂപ കിട്ടും. 2750 രൂപയ്ക്ക് ഓടുവാണെങ്കിൽ 3250 രൂപയ്ക്ക് ഓടുവാണെങ്കിൽ 1350 രൂപ എക്സ്ട്രാ കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടോ? കൊള്ളാമല്ലോ. മൺഡേ സ്പെഷ്യൽ ഓഫർ എക്സ്ട്രാ 400. 6 ഗിഗ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 250 രൂപ, 8 ഗിഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 325, 9 കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 400, അല്ലെങ്കിൽ 13 ഓർഡർ, 16 ഓർഡർ, 17 ഓർഡർ, ഇതിലേതെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഓടുന്നതിൽ വലിയ ലാഭമൊന്നും പ്രതീക്ഷ ഉണ്ടല്ലോ കേട്ടോ ഓടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നാൾ പറഞ്ഞ രാവിലെ ഓടി 3 രൂപ എൻ്റെ ഫുഡ് ചിലവ് 3 രൂപ പെട്രോൾ അങ്ങനെയൊന്നും നോക്കുന്നില്ല. നമ്മൾ ഡയമണ്ട് പാർട്ണർ ആകുന്നിടം വരെ എങ്ങനെയെങ്കിലും ഓടി നമ്മുടെ ലെവൽ അപ്പ് ചെയ്യുക നോക്കുന്നുള്ളൂ. ഇപ്പം ബ്ലൂ പാർട്ണറാണല്ലോ, ബ്ലൂയിൽ നിന്ന് ഡയമണ്ട് വരെ എത്തുക എന്നുള്ളൂ. അത് ഡയമണ്ട് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൺഡേ തൊട്ട് സൺഡേ വരെ നമ്മൾ നിർത്താതെ 3 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു, 3 രൂപ ഫുഡ് കഴിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് നോക്കാം. എന്നാലാണല്ലോ കറക്റ്റ് കണക്കും കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഫുഡ് റെഡി ആകുന്നിടം വരെ. ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പിക്കിങ്. ആരാണ്? ചേട്ടാ 3073 സൊമാറ്റോ. 3073. നമുക്ക് പിക്ക് കൊടുക്കാം. വെർച്ചൻ്റ് വാസ് നൈസ്, ഓർഡർ ഗീവൺ ഓൺ ടൈം. എന്താണേലും ചുമ്മാ ഗൂഗിൾ മാപ്പ് ഇട്ടേക്കാം. ഗൂഗിൾ മാപ്പിന് അഡിക്റ്റ് ആയിപ്പോയി ഞാൻ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചുമ്മാ പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണമെങ്കിലും ചുമ്മാ ഗൂഗിൾ മാപ്പ് ഇടും. കുറേ പുതിയ സൊമാറ്റോക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് സൊമാറ്റോ ഓടാൻ വന്നിട്ട്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ. അപ്പോൾ ഇവർക്കൊന്നും എന്നെ അറിയത്തില്ല, എനിക്ക് ഇവരെ അറിയത്തില്ല. ഇവരൊക്കെ എന്നെ എന്താ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. യാറാ ഇവന്ന് വെച്ച്, യാറാന്ത പയ്യൻ നേന്താന്ത പയ്യൻ. അവരോട് ശത്രുതയൊന്നുമില്ല കേട്ടോ, അവർക്ക് നമ്മളോട് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ ഈ സെറ്റപ്പൊക്കെ ആയിട്ട്, ക്യാമറയും കൊടുതാപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവൻ യാറാ, ഇവൻ എങ്കിർന്ന് വന്നടാ എന്നുള്ളൊരു മനോഭാവമായിരിക്കും. ഗായ്സ്, നമ്മൾ ലൊക്കേഷനിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 350 മീറ്ററും കൂടെ ഉള്ളത്. MG യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. നമുക്ക് വേണേൽ അകത്തൂടെ കയറി പോയത്, പക്ഷേ നമ്മൾ ഇതിലെ വന്ന് ഈ സൈഡിൽ കൂടെ ഹോസ്റ്റലുകളിൽ ഇരിക്കുന്നത്. ഇതിനൊക്കെ ഓരോ നദിയുടെ പേരാട്ടോ. നിള, പമ്പ, സൈരന്ത്രി, കബനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് കബനിയിലോട്ടാണ്. കബനി പെമ്പിള്ളാരുടെ ഹോസ്റ്റലാട്ടോ. ആമ്പിള്ളാരുടേത് മീനച്ചിൽ, പല്ലന അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അതേണ്ട പല്ലന, അതെവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ? കുറേ ഹോസ്റ്റൽസ് ഉണ്ട്. പല്ലന ഹോസ്റ്റലിലോട്ട് കയറി പോകണേ പേടി, അവിടെ മൊത്തം പട്ടികളാണ്. അവിടുത്തെ ചെറുക്കന്മാർ പട്ടികളാണെന്നല്ല കേട്ടോ, അവിടെ കുറേ പട്ടികളുണ്ട്. അവന്മാർ വളർത്തുന്നതാണോ സംശയമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മുടെ ചുറ്റും വരും രാത്രിയാകുമ്പോഴത്തേക്കും. ഗൈസ്, ബോയ്സ് പഠിക്കുമായിരുന്നു. MG യൂണിവേഴ്സിറ്റി പഠിക്കണമായിരുന്നു. ഇവിടെയാണ് പരിപാടികളൊക്കെ, മാസ് പരിപാടികളൊക്കെ. സൈരന്ത്രിയായി കേട്ടോ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ, കബനി വുമൻസ് ഹോസ്റ്റൽ. നമ്മുടെ കോട്ടയം ജില്ലയിലെ എല്ലാ വുമൻസ് ഹോസ്റ്റലും അണ്ടർ മൈ കൺട്രോൾ. റീച്ച് കൊടുക്കട്ടെ. റീച്ച്ഡ് പെയ്ഡാണ് കേട്ടോ. വെരിഫൈഡ് ലൊക്കേഷൻ.
ആരെയും കാണുന്നില്ലല്ലോ, വിളിക്കാം. പ്ലീസ് കോൾ ഓൺലി ഇഫ് റിക്വയർഡ്. ആവശ്യമുണ്ട്, കൊണ്ട് വിളിക്കാം. കുറേ നമ്പർ ഇവിടെ ഒന്നുണ്ട്. ഇതൊക്കെ കസ്റ്റമർ കെയർ നമ്പർ കേട്ടോ, പെണ്ണിൻ്റെ നമ്പറൊന്നുമല്ല. വിളിക്കേണ്ട വന്നില്ല. ആതിര മോഹൻ, ഓക്കെ. കസ്റ്റമർ വാസ് നൈസ്, കസ്റ്റമർ സൈഡ് താങ്ക് യു, കസ്റ്റമർ വാസ് ഓൺ ടൈം, എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ് ജോബ്, ഡെലിവറി കംപ്ലീറ്റ്, ട്രിപ്പ് ഏണിങ്സ് 44 രൂപ, ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. നോക്കട്ടെ, 29 ഹവേഴ്സില്ല, അങ്ങനെ കണ്ടാ കാണിക്കുന്നത്. 44 കിട്ടി, ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ ആരുടെ ഇത്? കെൻ മാത്യു, റേറ്റ് യുവർ ഫ്ലീറ്റ് കോച്ച്, പൊളൈറ്റ്, റെസ്പെക്റ്റബിൾ, ട്രെയിനിങ് മാസ്റ്റർ, പ്രോബ്ലം സോൾവർ, ഓൾവേസ് അവൈലബിൾ, ഈക്വൽ ടു ഓൾ. കൂട്ടുകാരനാണ്, ടീം ലീഡറാണ് കേട്ടോ സൊമാറ്റോയുടെ. നല്ല മനുഷ്യനാണ്, എനിക്ക് അത്രയ്ക്ക് അടുത്തറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം നല്ലത് കൊടുത്തത്. എന്നെ ഇത് കാണുന്നുണ്ടല്ലോ, ഈ വീഡിയോ എപ്പോഴേലും കാണുവാണെങ്കിൽ കണ്ടോണം കേട്ടോ, ഞാൻ എല്ലാം നല്ലതാണ് കൊടുത്തേക്കുന്നത്. താങ്ക്സ് ഫോർ ദ ഫീഡ്ബാക്ക്. പിന്നെ ഗിഗ് ഹിസ്റ്ററി 1 ഗിഗ് 19, ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്, എല്ലാം സെറ്റ്, എല്ലാം പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ അടുത്ത ഓർഡർ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ബാറ്ററി ഡൗൺ, കിക്കറടി, അടിയോടടി, അടിയും കടാ. കാലെ കുത്തി കറക്കാൻ പറ്റുന്നില്ലല്ലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് നേരെ കോട്ടയം സൈഡിലോട്ട് സഞ്ചരിക്കുകയാണ് കേട്ടോ. നേരെ മെഡിക്കൽ കോളേജ് സൈഡാണ്. ബാക്കോട്ട് ഏറ്റുമാനൂരായിരുന്നു. ഏറ്റുമാനൂർ സൈഡിൽ അധികം റെസ്റ്റോറൻ്റൊന്നും ഇല്ല, ഉണ്ട്, എന്നാലും അവിടെ അത്ര ഓർഡറൊന്നും ഇല്ല, കുറവാണ്. കിട്ടാറുണ്ട്, പക്ഷെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞു. ആകെ നമ്മുടെ ഗിഗ് ടൈം എന്ന് പറഞ്ഞാൽ 12 to 2. ഒരു ഓർഡർ കൊടുത്തപ്പോൾ തന്നെ 1/4 മണിക്കൂർ ആറായി. ഇനി അടുത്ത ഓർഡറും കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഗിഗ് തീരുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഗിഗിൻ്റെ ആ തുടക്കത്തിലൊന്നും അല്ല കേട്ടോ കൂളായിട്ട് ഓർഡർ അടിക്കുന്നത്. എനിക്കത് മനസ്സിലായൊരു കാര്യം, അതായത് ഗിഗ് തീരാൻ പോകുന്നൊരു സമയമുണ്ടല്ലോ, ലാസ്റ്റ് 5 മിനിറ്റൊക്കെ ഉള്ളൂ, ആ സമയത്ത് പടപടാന്ന് ഓർഡർ അടിക്കും. ആ സമയത്ത് എങ്ങനെയെങ്കിലും നമുക്കൊരു എമൗണ്ട് ആകണമല്ലോ, അത് അവർ എങ്ങനെയും ഒപ്പിച്ച് തരും. പിന്നെ എനിക്കിപ്പം പ്രയോറിറ്റി ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏറ്റവും കടകട്ട പാർട്ണറാണ്. ഇപ്പോൾ ഒരു 10 പേര് നിൽക്കുക, ആ കൂട്ടത്തിൽ ഞാൻ പോയി നിൽക്കുകയാണെങ്കിലും അതിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ളവനെ അടിക്കത്തുള്ളൂ. അപ്പോൾ അവൻ അവിടെ ഇല്ല, അവന്മാർ അവിടുന്ന് ഓർഡർ അടിച്ച് പോയി കഴിഞ്ഞ് വേറെ ആരും ഇവിടെ എടുക്കാനില്ല, പിന്നെ ബാക്കി അവിടെ നിൽക്കുന്ന ഞാനാണ്, എന്നാൽ പിന്നെ ഇവന് കൊടുത്തേക്കാം എന്നുള്ള രീതിയിലാണ്. അതേസമയം എനിക്ക് നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്, ഞാൻ ഡയമണ്ട് പാർട്ണറൊക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കിട്ടും. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഓടുന്ന സമയത്ത് എന്നോടൊരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, എടാ നിനക്ക് മാത്രം അങ്ങനെ അടിക്കും, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് റേറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ എത്ര പേരുണ്ടായാലും നമുക്ക് അടിച്ചിട്ട് അടുത്ത ആൾക്ക് അടിക്കുള്ളൂ. അപ്പം നമ്മൾ ഓർഡറായിട്ട് പോയി കഴിയുമ്പോൾ നമ്മളവിടെ ഇല്ലല്ലോ, അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് അടിക്കും. അപ്പോൾ ഇത് പക്ക റേറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കസ്റ്റമറുടെ ലൈക്ക് കണ്ടില്ലേ, ഇതിനകത്തെല്ലാം കസ്റ്റമർക്കും നമുക്ക് റേറ്റ് ചെയ്യാം, നമുക്ക് റേറ്റ് ചെയ്യാം, ഹോട്ടലിനെ റേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അവർക്കും നമ്മളെ തിരിച്ച് റേറ്റ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഈ പരിപാടികളൊക്കെ പക്ക. അതുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിതിലൊരു സ്ട്രഗിളിങ് പീരീഡിലാണ്. നമുക്ക് റേറ്റിംഗ് ഇല്ല, അതുപോലെ നമ്മുടെ കാര്യങ്ങളൊന്നും അത്ര സെറ്റല്ല. നമ്മളിതിലോട്ട് കുറേ കാലം കൂടി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഒരു ട്രാക്കിലോട്ട് കയറി വരണം നമ്മൾ ശരിക്കും അത് ടച്ച് വിട്ടുപോയി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അറിയായിരുന്നു ഇന്ന സമയത്ത് ഇന്ന ഹോട്ടലുകളിൽ ഓർഡറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട്, കാരണം ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന ഹോട്ടൽ ഏതാ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ടൗണിൽ കുറച്ച് ഹോട്ടലുണ്ട്, ആര്യാസ് ആണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാണും, അത് കഴിഞ്ഞ് ഇന്ന ഹോട്ടലുകളിലായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ ഇന്ന സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പോൾ ഞാൻ ഓടായിരുന്നുകൊണ്ട് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കുറേ കാലം സ്വിഗ്ഗി ആയിരുന്നല്ലോ. അപ്പോൾ ഞാനിനി ഒരാഴ്ചയൊക്കെ ഓടി ഈ ഒരു ട്രാക്കിൽ കയറി വരണം. അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയ ഓർഡർ കിട്ടുമെന്നൊക്കെ. അതെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ കേട്ടോ, പുതുതായിട്ട് വരുന്നവരാണെങ്കിലും. അപ്പോൾ ഇതാരും ആർക്കും പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞല്ല, നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. ഇങ്ങനെയാണ്, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഓർഡർ കാണും ഇന്ന സമയത്ത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാൻ പാടില്ലാണ്ടാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ ടൗണിലാകുമ്പോൾ ഒരുപാട് കടകളുണ്ടല്ലോ എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ ഞാൻ ടൗണിൻ്റെ സൈഡിലേക്ക് വെച്ച് പിടിക്കുന്നത്. ഞാനൊന്ന് പെട്രോൾ അടിക്കാൻ നിർത്തിയായിരുന്നു കേട്ടോ ഗായ്സ്, തൊട്ട് പുറയിലായിരുന്നു പമ്പ്. ഈ സാധനം വന്നല്ലോ, ഈ പഴങ്ങളൊക്കെ തൂക്കിയിട്ടേക്കുന്നതാണ് എന്നെ രസം. തൊട്ട് പുറകിലൊരു കടയുണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്രോൾ അടിച്ചിട്ട് 200 രൂപയ്ക്ക് അടിച്ചു കേട്ടോ. അപ്പോഴാണ് ദേ കിടക്കുന്ന ഒരു പെട സാധനം. എന്തുവാ ഇത്? ഇതെൻ്റെ ആനക്കുട്ടനോ? എൻ്റെ മോനെ, ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോ? ഇത് കൊള്ളാലോ. ഇതെന്തുവാടെ ഐറ്റം? നിസാൻ്റെ എന്താ കൂടിയ സാധനം കേട്ടോ. ആ മോനെ, ഇതിൻ്റെ അടിയിലൊക്കെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഹെവി സാധനം. ഇറങ്ങിപ്പോയി നോക്കാം. കണ്ടിടത്തോടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഫോൺ എടുത്തേക്കാം, ഓർഡർ അടിച്ച് അറിയത്തില്ല. യാ മോനെ, പെട്ട സാധനം കേട്ടോ. എന്താണിത്? 4x4 മണ്ണിൽ കൂടെ ഓടിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. കോട്ടയത്ത് കുറേ വണ്ടികളുണ്ട് കേട്ടോ, ആരും ഇങ്ങനെ പുറത്തൊന്നും കാണിക്കാറില്ല, എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാറാണ് പതിവ്. വാവ്, ഈ സാധനം ഓർഡർ അടിച്ചു.
53.5 രൂപയുടെ ഓർഡറാണ് കേട്ടോ അടിച്ചേക്കുന്നത്. മലബാർ കിച്ചൺ, നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലാട്ടോ. റെസ്റ്റോറൻറ്റ്, മാർക്കറ്റ്, ഫുഡ് റെഡിയാണ്. ഇനി പറന്നു പോയി എടുത്താൽ മതി ഗായ്സ്. അപ്പോൾ റെസ്റ്റോറൻറ്റിലോട്ട്. ഈ വണ്ടി കാണാൻ നിർത്തി നന്നായി, അതുകൊണ്ട് ഓർഡർ അടിച്ചു. ഓ നിസാൻ, ഇതുകൂട്ടൊരു വണ്ടി കിട്ടുമായിരുന്നു, വല്ല കാടും മണ്ണിൽ കൂടെയൊക്കെ പോകായിരുന്നു. അടുത്ത ജന്മം ഇതുകൂട്ടൊരു വണ്ടിയുടെ ഓണറായിട്ട് ജനിക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് മൺഡേ ആയതുകൊണ്ട് ഇവിടെ നിന്ന് OP ദിവസമാണല്ലോ. അത് പുതിയ അണ്ടർഗ്രൗണ്ട് പാസേജ് ആട്ടോ. ഇതിൽ കൂടെ ഇറങ്ങി ഇതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് എല്ലാം പറ്റും. നമ്മൾ പിന്നെ ഇവിടുത്തെ സ്ഥിരമാണല്ലോ, നമ്മൾ പേഷ്യൻ്റ് അല്ല, അവിടുത്തെ പരീക്ഷണ വസ്തുവാണ്. നമ്മുടെ കാര്യം ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. നമ്മൾ പോകുന്നുണ്ട് ഇപ്പോഴും. ഇതുവരെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പരീക്ഷണ വസ്തുവായിട്ട് നമ്മൾ പോകും. നാളെ പോകേണ്ട ദിവസമാണ് ചൊവ്വാഴ്ച, പക്ഷെ നാളെ പോകുന്നില്ല. പോയി മടുത്തു. പണിക്കും പോക്കും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. എന്നും ആശുപത്രി പോയിരിക്കും, ഒരു കാര്യം ഉണ്ടാകുന്നില്ല. വായിക്ക് രുചിയായിട്ടൊരു ഗുളിക പോലും തിന്നാനും തരുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് നമ്പർ 1 ആണെന്നൊക്കെ പറയാറുണ്ട്. എല്ലാത്തിലും ഒന്നുമല്ല കേട്ടോ. അവിടെ പോയി അനുഭവിച്ചവനറിയാം അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഈ റൈറ്റ് സൈഡിലാണ്. ഇൻഡിക്കേറ്റർ മാത്രമല്ല, കൈയും കാലൊക്കെ കാണിച്ചേക്കാം, കാരണം വെളിവില്ലാത്ത ആൾക്കാരാണ്, നമ്മളെപ്പോലെ തന്നെ. ഇങ്ങോട്ട് മാറും, ഇങ്ങോട്ട് തിരിയും. അവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ്, അവിടെ വണ്ടി വെച്ച ഓട്ടോക്കാർ ഇടുക. എന്നാലും സാരമില്ല. ഈ സൈഡിൽ വല്ലതും നൈസായിട്ട് ഇങ്ങനെ വെക്കാം. ഓടിപ്പോൾ എടുത്തുകൊണ്ട് വരാം. ഓടും കുതിര, ചാടും കുതിര. ചേട്ടാ 10.61. ആ ഇത് ഫുഡ് കിട്ടിയിരിക്കുകയാണ്, പിക്ക് ചെയ്തിരിക്കുകയാണ്. മർച്ചൻ്റ് നൈസ്, ഓർഡർ ചെയ്യണം ഓൺ ടൈം. നമ്മൾ ആരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോക്കുന്നവൾക്ക് നമ്മളെ വേണ്ടെങ്കിലും നാട്ടുകാർ നമ്മളെ നോക്കുന്നുണ്ട്. അത് മതി, അത് മാത്രം മതി എനിക്ക്. മാറ്റ് ഹൗസ് ഷോപ്പ്. മാറ്റ് വിൽക്കുന്ന കടാന്നായിരിക്കും. എന്താണേലും മാപ്പിടാതെ ഒരു പരിപാടി നടക്കത്തില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ മാപ്പൊന്നും ഇടാണ്ട് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു സ്ഥലം പോയാൽ പിന്നെ അറിയാം. പക്ഷെ എന്നാലും ഒരേ അഡ്രസ്സ് തന്നെ വരുന്ന പല വീടുകളുണ്ട്. അത് സെയിം അഡ്രസ്സൊക്കെ, സെയിം പേരൊക്കെ. മാറ്റ് ഹൗസ് എന്നാട്ടോ. അത് മാറ്റ് വിൽക്കുന്ന കടയല്ല, വീടാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഏതാടേ മാറ്റ് ഹൗസ്? ഇവിടെ കണ്ടാണല്ലോ. ഡ്രോപ്പ് വെരിഫൈഡ് ലൊക്കേഷൻ, അപ്പോൾ കറക്റ്റായിരിക്കും. സൊമാറ്റോയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. കറക്റ്റ് സാധനമാണ് പിൻ ചെയ്ത് വെക്കുന്നത്. സ്വിഗ്ഗി പോലുള്ള, സ്വിഗ്ഗിയാണ് കണ്ട കാട്ടിലൊക്കെ ആയിരിക്കും. ഇതാ കറക്റ്റ് കാണിക്കുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ഐ തിങ്ക് ഇവിടെയാണ് മാറ്റ് ഹൗസ്. റീച്ച് കൊടുക്കാം. അഭിജിത്ത്, ഓ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ. സൊമാറ്റോയുടെ ലൊക്കേഷൻ കറക്റ്റാന്ന് പറഞ്ഞിട്ട് ചെറിയതായിട്ട് പാളിയോ? നമുക്ക് എന്താണെങ്കിലും വിളിക്കാം. എവിടെ വിളിക്കാനുള്ള ഓപ്ഷൻ? കോൾ. വീണ്ടും വിളിക്കേണ്ടി വന്നില്ല ഗൈസ്. നമ്മൾ വിളിക്കാൻ തുടങ്ങും, കസ്റ്റമർ ഇറങ്ങുക. കറക്റ്റാട്ടോ ലൊക്കേഷൻ, ഇവിടെ തന്നെയാണ് കാണിച്ചത്. ദേ ഈ നിൽക്കുന്നതാണ് അഭിജിത്ത്. ഓ ചെയിനൊക്കെ അടിച്ചു പറഞ്ഞു പോയി. ഹായ് डेली व्लॉग सब्सक्राइबर को एक हाई. डेली व्लॉग देखो, सब्सक्राइबर को एक हाई. हाय चलो अच्छी बात है. ओके थैंक यू. वेलकम. ഓക്കെ ടാറ്റാ. അങ്ങനെ നമ്മൾ അഭിജിത്തിന് ഫുഡ് കൊടുത്തിരിക്കുകയാണ്. കളക്ട് ക്യാഷ് ഡെലിവേർഡ്. അഭിജിത്ത് നല്ല മനുഷ്യനായിരുന്നു, മലയാളി അല്ലായിരുന്നു, പക്ഷേ അടിപൊളി മനുഷ്യനായിരുന്നു. 53.46 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോക്കറ്റ് മണി ഉണ്ടോ, 97 രൂപയാണ് ഇനി ബാലൻസ് ഉള്ളത്. പോക്കറ്റ് ബാലൻസ് -117 കാണിക്കുന്നുണ്ട്. നമ്മുടെ അവൈലബിൾ ക്യാഷ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏണിങ്സ് 97 കാണിക്കുന്നുണ്ട്. കളക്റ്റഡ് 215 കാണിക്കുന്നുണ്ട്. പോക്കറ്റ് ബാലൻസ് 117 കാണിക്കുന്നുണ്ട്. മിനിമം ബാലൻസ് 300. യൂട്യൂബ് ചാനലോ? പറഞ്ഞുതരാം. മുപ്പിളി വണ്ടു എന്നല്ല കേട്ടോ, മുപ്പിളി തപ്പിയെടുക്കാൻ ഇച്ചിരി പാടാ. മലയാളം ചാനലാ? മേരാ മലയാളം ചാനൽ, ये मेरा चैनल.
ഓക്കെ. ഓ താങ്ക് യു, നൈസ് ടു മീറ്റ് യു. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് യൂട്യൂബിൽ ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ പരിപാടി ഇതുണ്ടല്ലോ, ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ കാശ് നമ്മുടെ കയ്യിലുണ്ട്. ലിമിറ്റ് കഴിഞ്ഞാൽ ബ്ലോക്ക് ആകും കേട്ടോ, അതിനിപ്പോൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ടോട്ടൽ 97.46, 2 ട്രിപ്പ് 3.2 ഹവറിനാണ് കാണിക്കുന്നത് കേട്ടോ. അത് മിനിറ്റിൽ കൂട്ടിയാൽ മതി. 1 ഗിഗ് സ്ലോട്ട്. ഓക്കെ, നമ്മുടെ സമയം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടയം ടൗണിനോട് അടുത്താണ് നിൽക്കുന്നത്. നമുക്കിനി ടൗണിലോട്ട് പോവാം. അപ്പോൾ ഈ 2 മണി ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TVSൻ്റെ ഷോറൂമിൽ വരെ ഒന്ന് പോകുന്നുണ്ട്. അവിടെ RTR 310 നമ്മൾ റിവ്യൂ ചെയ്ത വണ്ടിയാണ്. RR 310 അല്ല, RTR 310. അപ്പോൾ RTR 310ൻ്റെ ഒരു വീഡിയോ ആയിട്ടല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് ആ വണ്ടി എടുക്കണം താല്പര്യമുണ്ട്. അപ്പോൾ അവനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ സ്വിഗ്ഗി ഡെലിവറിയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നു. കടയിൽ നിൽക്കുന്ന ഒരു പയ്യൻ്റെ കാര്യം പറഞ്ഞു, ഗൂഗിളിൽ നിന്ന്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഷോറൂമൊക്കെ ആയിട്ട് നടക്കുന്നതാണല്ലോ. അപ്പോൾ ഷോറൂമിലെ വണ്ടിയാണ്, ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയുണ്ട്. ഞാൻ അതെടുത്ത് ജസ്റ്റ് അവനെ ഒന്ന് കൊണ്ട് കാണിക്കണം, അവനൊന്ന് ഓടിക്കാൻ കൊടുക്കണം. അവൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നെ അവൻ പറയുമായിരിക്കും. എന്നിട്ട് അവന് വേണമെങ്കിൽ അവനത് എടുക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവൻ അടുത്ത വണ്ടി എടുക്കട്ടെ. അപ്പോൾ അവനതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഉപകാരം അതൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി വണ്ടി ഒന്ന് എടുക്കണം. അപ്പോൾ 2 മണി തൊട്ട് പിന്നെ 6 മണി വരെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ, നമ്മുടെ സ്ലോട്ടില്ലല്ലോ, നമ്മൾ ചുമ്മാ ഇരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഇടവേള നമുക്ക് ആനന്ദകരമാക്കാം. പിന്നെ അവനോട് നമുക്ക് ചിലവ് ചോദിക്കാം, ഒരു ചായയോ കാപ്പിയൊക്കെ അവൻ്റെ കടയിൽ നിന്ന് ഓസിന് പിടിക്കും. ആ ഒരു വകുപ്പും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു മഞ്ഞ വണ്ടി. എടാ മോനെ, ഗർല കിടിലൻ സാധനം കേട്ടോ, നല്ല രസമുണ്ടോ മഞ്ഞ കളറിൽ. ഗർല നമുക്ക് റിവ്യൂ ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസങ്ങളിൽ നമ്മൾ ഗർല റിവ്യൂവിന് പോകുന്നതായിരിക്കും. വ്യാഴാഴ്ച ആയിരിക്കും ഒരു നല്ല ദിവസം ഞാൻ പ്രതീക്ഷിക്കും. വ്യാഴാഴ്ച എനിക്കൊരു കിടകെട്ട ദിവസമാണ്. ചൊവ്വാദോഷമുണ്ട്, അതുകൂടാതെ വ്യാഴത്തിലും എനിക്കൊരു ദോഷം അടിച്ചു നിൽപ്പുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ ഗർലയുടെയോ ഷോട്ട് ഗണ്ണിൻ്റെയൊക്കെ നമ്മുടെ ഫ്രണ്ട് ഷോറൂമിലായിരുന്നു. എനിക്കത് അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഡെലിവറിക്ക് വരുന്ന വഴിക്ക് വെച്ച് അവനെ കാണുകയുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, എടാ എനിക്ക് ഗർല ഒന്ന് തരണം. അപ്പം തരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം മുന്നേ വിളിച്ചാൽ അപ്പോൾ ബുധനാഴ്ച അവനെ വിളിച്ചു പറയാം. എന്നിട്ട് നമുക്ക് ആ വണ്ടി ഒന്ന് സെറ്റാക്കാൻ പോകണം. പിന്നെ ഇന്ന് 3 മണിയാകുമ്പോൾ ഞാൻ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നാളത്തെ സ്ലോട്ട് ഞാൻ ഇന്നേ ബുക്ക് ചെയ്യണം. അപ്പം നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യാതിരിക്കാം. നമ്മൾ ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു സ്ലോട്ടിന് 5 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബുക്ക് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ക്യാൻസൽ ചെയ്ത് പറഞ്ഞു, 5 രൂപ പോയി. പക്ഷേ അതേസമയം നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഓടായിരുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ബുക്ക് ചെയ്തിട്ട് ഓടായിരുന്നായിരുന്നു. കുറേ സ്ലോട്ട് ബുക്ക് ചെയ്തു, പക്ഷേ എനിക്ക് ഓടാൻ പറ്റിയില്ല. ഞാൻ പ്രത്യേകിച്ച് ക്യാൻസലാക്കാൻ ഒന്നിനും പോയില്ല. പക്ഷെ അന്നേരം ഫൈനൊന്നും അടിച്ചിട്ടില്ല. ഇനി അത് ഫ്യൂച്ചറിൽ നല്ലൊരു തുകയായിട്ട് വരുമോ എന്നൊന്നും അറിയത്തില്ല. ഇതുവരെ അങ്ങനെ അടിച്ചിട്ടില്ല കേട്ടോ. അതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ട്, ഗിഗ്സ് കണ്ടിന്യൂസ് ഓടുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ക്യാൻസൽ ചെയ്തപ്പോൾ 5 രൂപ പോയി. ടൗൺ എന്തായാലും എത്താറായിട്ടുണ്ട്. സമയം 12:58. അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ. അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്നത് കോട്ടയം കമ്പനി എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. 71 രൂപ അക്സെപ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഞാനെന്നാൽ കുറച്ച് നേരം ഓർഡറൊക്കെ എടുത്ത് അങ്ങനെ നടക്കട്ടെ, പീക്ക് അവറല്ലേ എന്ന് പറഞ്ഞ് നടക്കട്ടെ. എന്നിട്ട് നമ്മുടെ സ്ലോട്ട് തീരുന്ന സമയമുണ്ടല്ലോ, അതായത് 2 മണി 2 ആകുമ്പോഴത്തേക്കും എത്ര രൂപ ആയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഗായ്സ്, അപ്പോൾ സമയം 2:13 ആയിട്ടുണ്ട് കേട്ടോ. ലോക്ക് കഴിക്കട്ടെ. നമ്മുടെ ലാസ്റ്റ് ഓർഡർ ഡെലിവറി കൊടുക്കാൻ വന്ന ഗോയിങ് ഓഫ്ലൈൻ ആഫ്റ്റർ ദിസ് ട്രിപ്പ് ഡെലിവേർഡ്. നല്ല കസ്റ്റമർ എല്ലാം കൊടുക്കുന്നു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കട്ടെ. ലാസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലോട്ട് തീരുന്ന സമയം കേട്ടോ. ഗിഗ് തീരുന്നത് 2 മണി 28 രൂപയും 96 പൈസയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തത് 5 ട്രിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ. അതിൽ ഒരു ട്രിപ്പ് മൾട്ടി. ഞാൻ ലാസ്റ്റ് കോട്ടയം കമ്പനിയുടെ ഓർഡർ അടിച്ചപ്പോഴാണ് നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു പോയത്. ആ ഓർഡർ മൾട്ടി ആയിരുന്നു കേട്ടോ. 2 ഓർഡർ, 2ഉം അടുത്തടുത്തായിരുന്നു. ഓരോരുത്തർ അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്തു, 2ഉം തൊട്ടടുത്തടുത്തായിരുന്നു കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുവരെ ഓടിയത് 44 രൂപ, 53 രൂപ, 71 രൂപ, 25 രൂപ, 28 രൂപ. 12 തൊട്ട് 2 മണി വരെ ഓടി കേട്ടോ. ആദ്യം ഓർഡർ അടിച്ച് 12:10, രണ്ടാമത്തെ 12:41, പിന്നെ 12:58, 1:30, 1:47. അങ്ങനെ നമ്മുടെ ഈ ഗിഗ് അവസാനിച്ചിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് ക്യാഷ് അടിച്ചായിരുന്നു കേട്ടോ. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ അടിച്ചിട്ടുണ്ട്. ഏണിങ്സ് 223, ക്യാഷ് കളക്റ്റഡ് 339, പോക്കറ്റ് ബാലൻസ് -115. അപ്പോൾ അവൈലബിൾ ലിമിറ്റ് വിഡ്രോവൽ എമൗണ്ട് ഒന്നും കാണിക്കുന്നില്ല. മിനിമം 300 രൂപയെങ്കിലും വേണം, എന്നാലേ വിഡ്രോ ചെയ്തുള്ളൂ. അവൈലബിൾ ലിമിറ്റ് 36 ഇനി ഒരു ക്യാഷ് ഓൺ ഡെലിവറി കൂടെ 36 രൂപയ്ക്കുള്ള അടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആയിപ്പോകും. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടണം, CDME പോകണം. അതാണ് ഇതിൻ്റെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു മെയിൻ സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ് കുറവാണ്. അപ്പോൾ തരാം CDMEയിലൊക്കെ ഓടേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇത് കൂടി വരും കേട്ടോ. അപ്പം 223 രൂപ കിട്ടി കേട്ടോ. ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്ത ഗിഗ് കിടക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 to 7 ആണ് കേട്ടോ. ഇനി 6 to 7, 7 to 9, 9 to 10, 10 to 11. ഗ്യാസ് പോകുന്ന ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ്. നെഞ്ചരിച്ചില്ലാന്ന് തോന്നുന്നു, ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇനി ഞാൻ നേരെ ഷോറൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ TVSൻ്റെ ഷോറൂമിൽ പോയിട്ട് RTR 310 ഒന്ന് എടുക്കണം. കുറച്ച് നേരം കഴിഞ്ഞേ പോകുന്നുള്ളൂ. ഇപ്പോൾ 2:15 ഒരു 3 ആയിട്ടാണ് പോകുന്നുള്ളൂ. പോയിട്ട് RTR എടുക്കുന്നു,
ജസ്റ്റ് ടൗണിൽ കൂടെയൊക്കെ ഒന്ന് ഓടിക്കുന്നു. ഒരു റൈഡിങ് ചെറിയൊരു റിവ്യൂ, നേരത്തെ ഒരു വോക്ക് അറൗണ്ട് റിവ്യൂ ചെയ്തായിരുന്നു, പക്ഷേ ഒരു റൈഡിങ് റിവ്യൂ അത് ഞാൻ വേറെ തന്നെയായിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ കൂട്ടുകാരനെ കൊണ്ടേ വണ്ടി ഒന്ന് കാണിക്കുന്നു, അവൻ ഓടിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു, അതിനുശേഷം വണ്ടി തിരിച്ചു കൊടുക്കുന്നു. അപ്പോഴത്തേക്കും സമയം വൈകുന്നേരം 6 മണിയൊക്കെ. അപ്പോൾ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി സൊമാറ്റോ ഡെയിലി ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ രാത്രിയാവും, നമ്മുടെ പരിപാടികളൊക്കെ തീർക്കുന്നു, വീട്ടിൽ പോകുന്നു. ഓക്കെ, അപ്പോൾ കാണാം. ഈ സമയം ഇപ്പം 3:34. നമ്മുടെ ക്യാമറ ചെറുതായിട്ടൊന്ന് ഓഫായിരുന്നു. ഇത്ര നേരം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ കുത്തിയിട്ടേക്കുമായിരുന്നു. ചാർജ് തീർന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ ലാസ്റ്റ് ഷോട്ടൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ ഉണ്ട്. നമ്മുടെ നാളത്തെ ഗിഗ്സ് ഓപ്പൺ ആയ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. 3:30 ആയാലും 3 തൊട്ട് ഓപ്പൺ ആവും. 26-ാം തീയതി ബുക്കിംഗ് ഓപ്പൺ ആണ് കാണിക്കുന്നത്. ഇതിൽ 6 to 7 അതുപോലെ തന്നെ 6 to 7 AM, 7 to 8 AM രാവിലത്തെ 2 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 12 to 2, 6 to 7, 7 to 9, 9 to 10, 10 to 11 വരെ മതി. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഇടസമയങ്ങളിലൊന്നുമില്ല. ഒരു സ്റ്റാർ ഗിഗ് ഉണ്ട്, വേറെ സ്റ്റാർ ഗിഗ് ഒന്നുമില്ല. പിന്നെ ലേറ്റ് നൈറ്റ് ഉണ്ട്. ലേറ്റ് നൈറ്റ് 12 തൊട്ട് 1, 2, 5 വെളുപ്പിന് 6 മണി വരെ. അതൊന്നും പറ്റത്തില്ല. 12 to 2, 6 to 7, 7 to 8. നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത അതേ സംഭവം തന്നെ. നമ്മളിനി വളരുന്നതനുസരിച്ച് സെറ്റായി വരും. അപ്പം സമയം ഇത്ര ആയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഷോറൂമിലേക്ക് പോകുമായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഗിഗ് ഓപ്പൺ ആക്കിയ കാര്യം മറന്നുപോയി. ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം സ്ലോട്ടെല്ലാം ഫില്ലായി കഴിഞ്ഞാൽ നാളെ ഓടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ബ്ലൂ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്ത് ഇട്ടിരിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഗിയർ വീഴുന്നില്ലല്ലോ. ഇതിൻ്റെ ക്ലച്ച് കേബിൾ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. ഇതിൻ്റെ അല്ല, ഞാനിത് കൊച്ചിയിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മാറിയതാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് അവരെന്തോ പൾസറിന് എന്തിൻ്റെയൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണ്. അപ്പോൾ ക്ലച്ച് അത്ര സെറ്റല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കേബിൾ ഒന്ന് മാറിയിടണം. നേരെ നമുക്ക് ടി വി എസിൻ്റെ ഷോറൂമിൽ പോകാം. രാവിലെ പറഞ്ഞിട്ടുണ്ട്, ഇനി വേറെ ആരെങ്കിലും വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോഞ്ചും. എന്നാലും കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. പുതിയ RR ഇറങ്ങിയോണ്ട് RTR ഇപ്പോൾ ആരും കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. RTR എല്ലാവരും എടുത്തുകൊണ്ട് പോയി വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ചെന്നതിങ്ങ് എടുത്തുകൊണ്ട് വരാം. ഇനി RTR ഡെലിവറിക്ക് പോയാലോ? വേണ്ട, ഇതിൽ തന്നെ നമ്മളൊരു തരത്തിൽ എണ്ണ അടിക്കുന്നത്. അതിൽ എണ്ണ അടിക്കണേ കുടുംബം നിൽക്കേണ്ടി വരും. ഗൈസ്, നിങ്ങൾ കണ്ടോ ഇവിടെ ഭയങ്കര ബ്ലോക്ക്. ഇത് റോയൽ എൻഫീൽഡാണ്, കോട്ടയം മണിപ്പുഴ കോടിമത. ഈ സ്ഥലത്തിൻ്റെ പേര് പല കോടിമത, മണിപ്പുഴ എന്നൊക്കെ പറയും. അപ്പം ഇവിടെ പുതിയ ലുലു മാൾ വരുന്നുണ്ട്, കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിലും. ഇത് ടയോട്ടയുടെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് പുതിയ ലുലു മാൾ. അടുത്ത മാസം ഡിസംബറിലൊക്കെ മിക്കവാറും ഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഈ ലുലു വന്നു കഴിയുമ്പം ഈ ഒരു പ്രദേശത്തേക്കേ വരണ്ടായിരിക്കും. കാരണം ആദ്യത്തെ ഒരു ഹൈപ്പ് കാണുമല്ലോ. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഇങ്ങോട്ട് ചേർക്കാം. നാക്കുളുക്ക്. ഇതാണ് നമ്മുടെ ഷോറൂം കേട്ടോ, കോട്ടയം TVS. നമ്മുടെ വണ്ടി ഇരിക്കുന്നതാണ്, ഈ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. നമ്മുടെ ഈ വണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെക്കാം. അമ്മേ. ഞാൻ എന്നാൽ പോയി ചോദിക്കട്ടെ കേട്ടോ. നമ്മുടെ RTR ഇവിടെ ഇരിപ്പുണ്ട്, ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. പോയി വണ്ടി തരാമെന്ന് ചോദിക്കാം, എന്നിട്ട് വണ്ടിയായിട്ട് വരാം. ഗായ്സ്, അപ്പം നമുക്ക് RTR 310ൻ്റെ താക്കോൽ കിട്ടിയിരിക്കുകയാണ്. RTR കൂട്ടനെ ഇവിടെ നിന്ന് ചാടിച്ചെടുക്കണമല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയൊന്ന് എടുക്കുന്നത്? ലോക്കാക്കി വെച്ചേക്കാണോ? അയ്യോ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. കയറിയിരുന്നിട്ട് പയ്യെ പുറകോട്ട് തള്ളാം. ഇതിൻ്റെ വെയിറ്റ് 169 കിലോ ആണ് കേട്ടോ. ഹോയ്. ഗായ്സ്, അപ്പോൾ നമുക്ക് RTR കൂട്ടനെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ RTR കൂട്ടനെ ഒന്ന് സ്റ്റാർട്ടാക്കട്ടെ. ഇത് എത്ര കിലോമീറ്റർ ഓടി നോക്കട്ടെ ഈ വണ്ടി. ഇതിൻ്റെ മോഡുകളൊക്കെ കഴിഞ്ഞൊന്ന് അറിയാൻ വേണ്ടി. എല്ലാം അഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ട്രാക്ക്, സ്പോട്ട്, ഇതിൻ്റെ മോഡൊക്കെ അഴിഞ്ഞു. ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് കുറേ ആൾക്കാർ ഓടിച്ചതാണ്. ഓക്കെ, ഈ വണ്ടിയാണ് കുറച്ചുകൂടെ നൈസ് കേട്ടോ. പിന്നെ എന്താ പറയുക, അതിനകത്തേക്കും പരിപാടി കഴിയുമ്പോഴത്തേക്ക് 6 മണിയാവും. അപ്പം നമ്മുടെ ബാക്കി സൊമാറ്റോ വ്ളോഗും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ RTR കൂട്ടനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സൊമാറ്റോ ബാഗും സൊമാറ്റോ വണ്ടിയും ഷോറൂമിൽ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൂട്ടുകാരനുള്ളത് കേട്ടോ. അവൻ്റെ അടുത്തോട്ട് പോവാണ്. അവനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം വണ്ടി. അവനിത് എടുക്കാൻ വേണ്ടി നിൽക്കും, അതുകൊണ്ടാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നതും കൂടെ. അപ്പോൾ ഇവനും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ്. അവന് കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, കടയിൽ നിന്ന് ലീവൊന്നും കിട്ടത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സൺഡേ ഓഫില്ല. എന്നാൽ പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഛേദമില്ലാത്ത ഉപകാരം ഇതായതുകൊണ്ട് അങ്ങ് ചെയ്യാമെന്ന് ഓർത്തു. ഗായ്സ്, മാറി നിൽക്കൂ ഗായ്സ്. ഇവിടെ തന്നെ സ്റ്റാൻഡ് ഇട്ടു, വണ്ടി ഓഫായി. പറയട്ടെ, നിനക്ക് വണ്ടി ഓടിക്കണേ ആധാരം, ജാതകം, ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം എടുത്തുകൊണ്ട് പോരെ. ഓക്കെ, കോളിലാന്ന് തോന്നുന്നു, ഇപ്പോൾ ഇറങ്ങി വരും.
യെസ് ഗൈസ്, ദിസ് ഈസ് ദ ഹൈപ്പർ സ്പെക് RTR 310. ഓക്കെ, അപ്പോൾ ഞാനിവനെ കൊണ്ടൊന്ന് ഓടിപ്പിക്കട്ടെ കേട്ടോ. ഗൈസ്, ഞാൻ വണ്ടിയുടെ വീഡിയോ എടുത്തൊന്നും സമയം പോകാൻ അറിഞ്ഞില്ല. 5 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എത്രയും പെട്ടെന്ന് വണ്ടി കൊണ്ടേ കൊടുത്തിട്ട് വേണം നമ്മുടെ സൊമാറ്റോ ഓടാൻ പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ഗിഗ് നമുക്ക് മിസ്സായി പോകും. നല്ല മഴ മൂടലുണ്ട്, ഹെവി റെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ നേരെ പോയി വണ്ടി കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് സൊമാറ്റോ റൈഡിലേക്ക് കിടക്കാം. ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചുമില്ലെന്ന്, ഒരു ചായയും കൂടെ പോയി കുടിക്കണം. എന്നിട്ട് വേണം സൊമാറ്റോയിൽ പവറായിട്ട് ഇറങ്ങാം. എന്നിട്ട് രാത്രി വരെ നമുക്ക് നിന്ന് പറന്ന് ഓടേണ്ടതാണ്. എത്ര രൂപ കിട്ടും നോക്കാം, മാക്സിമം കിട്ടുന്നത്രയും ഓടിയെടുക്കാം. ഗായ്സ്, അപ്പോൾ സമയം 5:58 കേട്ടോ. ലോഗിൻ ചെയ്യാൻ ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. 5 മിനിറ്റ് മുന്നേ ലോഗിൻ ചെയ്യാം കേട്ടോ. ഞാൻ വണ്ടിയൊക്കെ കൊണ്ട് ഷോറൂമിൽ കൊടുത്തു. അത്യാവശ്യം നല്ല മഴയായിരുന്നു. ലോക്ക് അഴിക്കട്ടെ. ലോക്കും കാര്യങ്ങളൊക്കെ അഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗോ ഓൺലൈൻ ആകുന്നില്ലേ? ഫോണിലൊക്കെ വെള്ളമുള്ള ഗായ്സ്. ക്യാഷ് ലിമിറ്റ് റീച്ച് ആയിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു 100 ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ പൈസ എല്ലാം ഇരിക്കുമോ? 339 രൂപയോ? അത് നമ്മുടെ കയ്യിലില്ല. 100 ഇടാം. ഗായ്സ്, 100 അടിച്ചപ്പോൾ 100-ന് പകരം 108 പോയി. 0-ന് പകരം 108 എങ്കിൽ 108. കൺഫേം പേയ്മെൻറ്റ് സക്സസ്ഫുൾ. ഫ്ലോട്ടിങ് ക്യാഷ് കേട്ടോ. ഈ പൈസയൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. മുമ്പേ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയത്. ഓക്കെ, സക്സസ്. ഇനി നമ്മുടെ അവൈലബിൾ ക്യാഷ് ലിമിറ്റ് 84 രൂപ. ഇതുണ്ട്. ഇതാണ് സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. നമ്മളധികം വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്ലോട്ടിങ് ക്യാഷ് ഒന്നുമില്ല. അല്ലെങ്കിൽ 1000-2000 ഒക്കെ വരണ്ടേ. പയ്യെ അഴിഞ്ഞു വന്നോളൂ. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ 12 തൊട്ട് 2 മണി വരെ പണിത് നിർത്തിയിരിക്കുന്നത് 223 രൂപയും 5 ട്രിപ്പും 1.37 ഹവറിനാണ്. എനിക്കൊന്ന് ട്രിപ്പിൻ്റെ ആണെന്നാണ് ഒരു ബ്രോ എനിക്ക് പറഞ്ഞു തന്നെ. 2 ഗിഗ് സ്ലോട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഗിഗായിട്ടാണോ കൂട്ടുന്നത്? ഇതൊക്കെ എൻ്റെ ഇൻകംപ്ലീറ്റ് ഗിഗുകളാണ് കേട്ടോ. 12 to 2. ഓക്കെ, നമുക്ക് പോക്കറ്റ് ബാലൻസിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടി ഇന്ന് കസ്റ്റമർ ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല. ട്രിപ്പും പോട്ടെ, ടിപ്പ് കിട്ടുവാണെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കാം. വിഡ്രോ കറൻ്റ്ലി ഡിസേബിൾഡ്. വിഡ്രോ ടിപ്പ് എമൗണ്ട് 0. ഒരു തവണ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് 100% ടിപ്പ് ട്രാൻസ്ഫർ ടു യുവർ അക്കൗണ്ട് എന്ന്. അതായത് ടിപ്പായിട്ട് കിട്ടുന്ന പൈസ ഒന്നും സൊമാറ്റോ എടുക്കത്തില്ല, മൊത്തം നമുക്ക് അയച്ചു തരുന്നു. പക്ഷെ നമുക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ മെയിൻ സിറ്റിയുടെ നടുക്ക് തന്നെയാണ് നിൽക്കുന്നത്. നോക്കാം. ബസ്സുകളൊക്കെ പിന്നെ ആരൊക്കെയോ നോക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, എന്താണ് എല്ലാവരും നോക്കുന്നത്? എന്നെ നോക്കുന്നില്ലേ? അതുകൊണ്ട് തോന്നലായിരുന്നു. തോന്നൽ മാത്രം. സോണിനുള്ള നോക്കട്ടെ, ഓർഡർ അടിക്കുമെന്ന്. ഗായ്സ്, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കടയുണ്ട് ബാസ്കിൻ റോബിൻസ്. ഞാൻ ഈ കടയിൽ കയറി ഒരു ചായ കുടിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓർഡർ അടിച്ച് 10 രൂപ ടിപ്പ് ഉണ്ട്. 25 രൂപയുടെ ഓർഡറാണ് കേട്ടോ. ഓർഡർ റെഡിയാണ്. ഇതാണ് ഷോപ്പ്. നമുക്കിതിനുള്ളിൽ കയറി സാധനം എടുക്കാം. പുഷ് 32.57 ബ്രോ. ഓക്കെ, അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിക്ക് ചെയ്യാം. മർച്ചൻറ്റ് വാസ് നൈസ്, ഓൺ ടൈം, എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഹോയോ BOHO ഇവിടെ അടുത്തെങ്ങാണ്ടാണ് കേട്ടോ. പടക്കം പൊട്ടുന്ന പോലെ കൊണ്ടേ കൊടുക്കാം. ഐസ്ക്രീമാണ് സാധനം. അപ്പം പെട്ടെന്ന് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അലുത്ത് പോകും ഗായ്സ്. ഞാൻ ഇങ്ങനെ ഒരു കവറ് പ്ലാസ്റ്റിക് കൂട് കൊണ്ടുവരുന്നതിൻ്റെ പർപ്പസ് മനസ്സിലായോ? ഉണ്ട്. ഇപ്പം പേപ്പറോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മഴയുണ്ട്. ഇപ്പം മഴ നനഞ്ഞിരിക്കുകയാണ്. മഴ അല്പം ശമിച്ചതേ ഉള്ളൂ. അപ്പം മഴയത്തൊക്കെ ആ പേപ്പർ നനയാതെ സേഫായിട്ട് കസ്റ്റമർക്ക് സാധനം കിട്ടും. അതാണ് സേഫ്റ്റി ഫസ്റ്റ്. ഫുഡല്ലേ. വൈകുന്നേരവും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. മൺഡേ ആയതിൻ്റെയാണ്. മൺഡേ ഈസ് എ തിരക്കിടെ. നമ്മുടെ RTR കൊണ്ട് കൊടുക്കണ്ടായിരുന്നു. ഈ ബ്ലോക്കിൽ കൂടെ ഒക്കെ പറന്നടിച്ച് പോകുമായിരുന്നു. കസ്റ്റമർ ഓർഡറിന്ന് ഞെക്കുമ്പോഴേ സാധനം വീട്ടിൽ ചെന്നാലും. പക്ഷെ നമ്മൾ എണ്ണ അടിച്ച് മുടിയും, അത് വേറെ സത്യം. പണിയുന്ന പൈസ മൊത്തം എണ്ണ അടിക്കാനേ. പണ്ടൊരു തവണ ഞാൻ CBR ഡെലിവറിക്ക് വന്നതാണ്. CBR ഓടുന്ന സമയത്ത്. ഇപ്പോൾ ഓടത്തില്ല, ഓടും, വലിയ താമസിക്കാതെ ഓടും. പക്ഷെ ആ സമയത്ത് ഞാൻ വന്നപ്പോൾ ഞാനണ്ട് 1000 രൂപയ്ക്ക് വേണം 800 രൂപയുടെ പെട്രോൾ അടിച്ചു. ചുമ്മാ വന്നതാണ്, ചുമ്മാ പട്ടിഷോ കാണിക്കാൻ വന്നതാണ്. പക്ഷേ CBRനെക്കാട്ട് അത്യാവശ്യം മൈലേജ് ഉള്ള സാധനം കേട്ടോ RTR. CBRനാണ്ട് എൻ്റെ വണ്ടിക്കുണ്ട് 20-25 ഉള്ളൂ. മറ്റേത് അത്ര കാടൻ മോഡിൽ ഓടിച്ചിട്ടും അതിന് 25 കാണിക്കുന്നുണ്ട്. 30 വരെയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് പലരും കൈമാറി ഓടിക്കുന്ന വണ്ടിയല്ലേ. ഏകദേശം ലൊക്കേഷനിലെത്തി. ഈ കവലയിലാണെന്നാണ് കാണിക്കുന്നത്. എൻ്റെ തൊണ്ടയിൽ കിച്ചാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ പല സമയത്ത് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടൊക്കെ വരും എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കരകരാന്ന് തൊണ്ടയിൽ വരുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ് തന്നെ പിന്നെയും പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. എവിടെയോ ആണല്ലോ BOHO എന്നാണല്ലോ. ബോ അങ്ങനെ സംഭവം. അതെന്തോ സംഭവം? അത് വീട്ടുപേരാണോ?
BHO ബോ കണ്ട സംഭവം ഇവിടെയാണ് നിൽക്കുന്നത്. എന്താ ലോറിയോ? കറക്റ്റ് ലൊക്കേഷനാണ്. ലൊക്കേഷനൊക്കെ പക്കയായിരിക്കും. റീച്ച് കൊടുക്കാവേ. റീച്ച് കസ്റ്റമർ എന്താണേലും ഒന്ന് വിളിക്കാം. വേറൊന്നും കൊടുത്തിട്ടില്ല, നമുക്ക് വിളിക്കാം. ജംഗ്ഷനിൽ വന്നു. നമ്മുടെ ആംബ്രോൺ ബാറ്ററി കടയുടെ ഒക്കെ അവിടെ. എന്തോ ബേക്കറി ആണോ? ബോഹോ കടയാണല്ലേ? ഓക്കെ നോക്കട്ടെ. പുറത്തു നിന്നുള്ള കാറ്റ് വരുന്നതുകൊണ്ട് ഹെൽമെറ്റ് അടച്ചു വെക്കണ്ട. ബോഹോ ഹാ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ ബോർഡ് കണ്ടു കേട്ടോ. ദേ ബോഹോ 1 kg 888 രൂപ. തുണി തൂക്കി കിടക്കുന്ന കടയോ? ഇത് തുണിക്കടയാണോ? ഗായ്സ് ഓഹോ ബോഹോ. ഇപ്പം എന്താണ് എഴുതി വെച്ചേക്കുന്നത്? സർപ്ലസ് ഫോർ വുമൺ. സൊമാറ്റോ. അപ്പം നമുക്ക് ഡെലിവറി കൊടുക്കാം. ഡെലിവറി കസ്റ്റമർ നൈസ്, ഓൺ ടൈം, എല്ലാം പക്ക. അപ്പോൾ എത്ര രൂപയായി? അത് പോയോ? 6 ട്രിപ്പ് ഇതുവരെ എടുത്തു. ലാസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ കൊടുത്തതിന് 35 രൂപ കിട്ടി കേട്ടോ. അതിന് എന്തോ കസ്റ്റമർ ടിപ്പ് 10 രൂപയും മിനിമം ബേസ് പേ 3.8, ഓർഡർ പേ 21.20. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 248 രൂപ. അപ്പോൾ നമുക്ക് ഓർഡറുകൾ എടുത്ത് പറക്കാം. അപ്പോൾ നമ്മുടെ പീക്ക് അവറാണല്ലോ, സമയം 6:21. ഇനി അങ്ങോട്ട് നല്ല ഓർഡർ അടിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ലാഗടിയൊന്നും ഇല്ലാണ്ട് ഒരിടത്ത് നിൽക്കാണ്ട് പറന്ന് ഓർഡർ എടുക്കാം. ഹേ ഗായ്സ്, നമ്മൾ ഓടി വെടി തീർന്നിരിക്കുകയാണ്. എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ വെടി തീരുന്ന കൂട്ടത്തിലൊന്നുമല്ല നമ്മൾ. പക്ഷേ നമ്മൾ അടുത്ത് എന്നാലും നമ്മൾ തൊട്ട് കൊടുക്കാൻ തയ്യാറല്ല. വിശക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും കഴിച്ചാൽ റെഡിയാവും തോന്നുന്നു. നമ്മൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. രാവിലെ ഒരു പപ്സ്, ഒരു ഫ്രഷ് ലൈം, വൈകിട്ട് 2 ചായ, 2 കടയിൽ നിന്ന് ഒരു ഏത്തക്കാ പോൾ, ഇത്രയൊക്കെ കഴിച്ചിട്ടുള്ളൂ. ചോറൊന്നുമില്ല. ഗ്യാസ് കിട്ടിയാന്ന് തോന്നുന്നു. ചെറിയ അങ്ങനെ വേനയൊക്കെ എടുക്കുന്നുണ്ട്. തട്ടി പോകുമെന്ന് അറിയത്തില്ല. സമയം എന്താണേലും അത്യാവശ്യം ആയിട്ടുണ്ട്. 12:32 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ഓർഡർ കൊടുത്തിട്ട് തിരിച്ചു വന്നതാണ്. നമ്മൾ കോട്ടയത്തിൻ്റെ അങ്ങേയറ്റമായിട്ടുള്ള ചങ്ങനാശ്ശേരി അടുത്തായിട്ടുള്ള കുറിച്ചി വരെയൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ അത്രയും ദൂരം പോയിട്ട് വന്നു. ഓർഡർ കൊടുത്തത് 12 മണിക്കാണ്. പിന്നെ 12 കാലൊക്കെ ആയപ്പോൾ കൊടുത്തത്. പിന്നെ പയ്യെ പാട്ടും പാടി ഇങ്ങനെ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് വന്നത്. അതാണ് ഇത്ര സമയമായത്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം വൃത്തികെട്ട ഒരു മഴയായിരുന്നു. 5 മിനിറ്റ് കൂടുമ്പോൾ മഴ പെയ്യും. എന്നാൽ മാറി ഇങ്ങനെ വരുമ്പോൾ നമുക്കെന്നാൽ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും വീണ്ടും മഴ പെയ്യും. അങ്ങനെ ആയപ്പോഴത്തേക്കും പരിപാടി ഒന്നും നടന്നില്ല. ഗ്യാസ് കെട്ടലാട്ടോ, നല്ല ഗ്യാസ് കെട്ടല. അയ്യോ, ഒന്നും കഴിച്ചില്ല. പിന്നെ നമ്മളെ ഒരു സൈഡിലോട്ട് ഇട്ടടിപ്പിക്കുന്നു. അത് സൊമാറ്റോയുടെ പണ്ടോട്ടുള്ള പരിപാടിയാണ്. അതായത് എന്താ പറയുക, നമ്മൾ ലുലു മാളിൻ്റെയൊക്കെ നമ്മളെ TVSൻ്റെ ഷോറൂമിൽ ആ സൈഡിലോട്ട് പോയില്ലേ. അപ്പോൾ ആ സൈഡിൽ നിന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ, വൈകുന്നേരം ഫുൾ അങ്ങോട്ട് തന്നെയാണ്. പോവുക വരിക തന്നെ പരിപാടി. അത് കഴിഞ്ഞ് ഒരെണ്ണം തിരിച്ച് നമ്മുടെ ഏറ്റുമാനൂർക്ക് നമ്മൾ ഓണാക്കിയ സ്ഥലത്തോട്ട് അടിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിന് റീച്ച് ടു ഹോം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് കണ്ടു. അപ്പോൾ നേരത്തെ നമ്മുടെ വീട്ടിന് അങ്ങോട്ടാണല്ലോ ഇനി പോയേക്കാലം എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് അടിച്ചു. വീണ്ടും ഇങ്ങേ അറ്റത്ത് പോയി. ഈ സ്ഥലപ്പേരൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല, കാരണം പല സ്ഥലത്തിരിക്കുന്നവരൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അതായത് ഒരു സോണിൻ്റെ അങ്ങേ മൂലയിലോട്ട് ഇങ്ങേ മൂലയിലോട്ട് കൊണ്ടുവന്നു. പിന്നെ എനിക്കിന്ന് നല്ല രീതിയിൽ ഓർഡർ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബ്ലൂ പാർട്ണറായ ഘടകട്ട പാർട്ണറായിട്ട് പോലും എനിക്ക് ഓർഡർ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കാലം ഓർഡർ ആയിരുന്നുകൊണ്ട് ഇനി വരാൻ വേണ്ടി സുഖിപ്പിക്കുന്നതാണോ എന്നും സംശയമുണ്ട്. അത് ഓർഡർ ഉണ്ടായിട്ടാണോ അറിയത്തില്ല. സ്വിഗ്ഗി പോലെയല്ല, സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓർഡർ 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. ഇതങ്ങനെയല്ല, 1 മണിക്കൂർ 2-3 ഓർഡർ എന്നുള്ള രീതിയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണം കൊടുത്തു കഴിയുമ്പോൾ ലാഗൊന്നുമില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് ഒത്തിരി ദൂരമൊന്നും പോയിട്ടില്ല. ഇപ്പോൾ വൈകിട്ടൊക്കെ പോകുന്ന 2 ഓർഡറുള്ളൂ. അതുകൊണ്ട് അധികം എണ്ണച്ചെലവും വന്നിട്ടില്ല. നമ്മൾ രാവിലെ 200 രൂപയ്ക്ക് അടിച്ച് കൂടാതെ പിന്നെ ഒരു 150 രൂപ കൂടെ അടിച്ചായിരുന്നു. പക്ഷേ അത്യാവശ്യം എണ്ണേൻ്റെ അത് കിടപ്പുണ്ട്. കാരണം ഇങ്ങനെ റൊട്ടേഷൻ പോലെയായിരുന്നു. അതായത് ഒരെണ്ണം കൊടുത്തിട്ട് ഇങ്ങനെ കാലി അടിച്ച് അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും അധികം ഉണ്ടായിട്ടില്ല. നമ്മൾ കൊടുത്തൊരു കുറച്ചിങ്ങ് തിരിച്ച് വരുമ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ടായിരുന്നു. ബാക്ക് ടു ബാക്ക് ഓർഡർ ആയിരുന്നു. നല്ല രീതിയിൽ പണി എടുപ്പിച്ചു. അത്യാവശ്യം പൈസയും കിട്ടി. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ ആയിട്ട് കണ്ടപ്പോൾ ഇൻസെൻറ്റീവ് എന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പം മൺഡേ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് 6 ഗിഗ് വേണമായിരുന്നു. പിന്നെ 13 ഓർഡർ വേണമെന്നായിരുന്നു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ 5 ഗിഗേ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. 11 വരെ. അപ്പോൾ നമ്മുടെ പരിപാടി 15 തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ ബുക്ക് ചെയ്തു 11 തൊട്ട് 12 വരെ. അതെല്ലാം ബുക്ക് ചെയ്ത് അതും കൂടെ കിട്ടുമല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടീഷൻ പറയുന്നുണ്ടായിരുന്നു. 12 to 3 വരെ 1.25 മണിക്കൂറും 7 to 9 വരെ 1.25 മണിക്കൂർ ലോഗിൻ വേണമെന്നായിരുന്നു. പക്ഷേ നമ്മൾ 12 to 2 വരെ ആയിരുന്നു. 2 to 3 നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കണ്ടീഷനൊക്കെ അച്ചീവ് ചെയ്താലും ആ ലോഗിൻ അവർ നമുക്ക് പറ്റിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ആ ഒരു ഇൻസെൻറ്റീവ് പോയി. എക്സ്ട്രാ 250 രൂപ കിട്ടുമായിരുന്നു. പിന്നെ അതുകൊണ്ട് 9 ഗിഗും കണ്ട് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ 400 രൂപയ്ക്ക് കിട്ടണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാം. അത് നമുക്ക് കിട്ടിയില്ല, നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ തോറ്റ് തുന്നം പാടുന്ന പരമ്പരപ്പെട്ട ആൾക്കാരല്ല നമ്മൾ. അതുകൊണ്ട് നാളെ നമ്മൾ പൊരുതും. നാളെ നമ്മൾ 12 to 2 2 to 3 ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നാളെ നമ്മൾ എന്തായാലും നേടും. നമ്മൾ പൊരുതുന്ന ആൾക്കാരാണല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ പരാജയങ്ങളും പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ തോറ്റ് മടങ്ങുമൊന്നുമല്ല.
ജീവിതത്തിൻ്റെ അവസാന വാക്കെന്ന് പറഞ്ഞാൽ മരണമാണ്. അപ്പോൾ മരണം വരെ പൊരുതാന്നുള്ളൂ. അപ്പോൾ നാളെയും പൊരുതാം. പിന്നെ എന്ത് ജോലി ചെയ്യുമ്പോഴും എൻജോയ് ചെയ്ത് ചെയ്യാം. നമ്മളിപ്പോൾ മടുപ്പടിച്ച് അയ്യോ ഒത്താന്നൊക്കെ പറഞ്ഞ് ഏത് ജോലി ചെയ്താലും നമുക്കത് മടുപ്പായിട്ട് തോന്നും. അതേസമയം നമ്മൾ എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് നല്ല എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കെല്ലാം നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ജോലി ഇപ്പോൾ എൻ്റെ ഒരു ജീവചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് ഓക്കെ അല്ല വർക്കല്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോകാറുണ്ട്. ഞാൻ അങ്ങനെ കടിച്ചു നോക്കി കടന്ന ഒരു സ്വിഗ്ഗി മാത്രമേ ഉള്ളൂ. അന്നേരം ആ സമയത്ത് സൊമാറ്റോയിലോട്ട് വരാൻ നോക്കിയപ്പം സൊമാറ്റോയിൽ ഗിഗൊന്നും ഓപ്പൺ ഒന്നും അല്ലായിരുന്നു. അല്ലെങ്കിൽ സൊമാറ്റോ വന്നാനെ. ബാക്കി എല്ലാ സ്ഥലത്തൊന്നും എനിക്ക് വർക്കെല്ലാം തോന്നിയാൽ ഏത് വലിയ ജോലിയാണ് ഞാൻ ഇട്ടറിഞ്ഞിട്ട് പോകുന്നുള്ളൂ. നമുക്ക് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് ഈ കടിച്ചു പിടിച്ച് നിൽക്കുന്ന പരിപാടി എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ജോലിയാണെങ്കിലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഇതിൽ നിന്ന് സൊമാറ്റോ നല്ല ഹാപ്പി ആയിരുന്നു. കുറേ കാലം കൂടി ഇറങ്ങിയോണ്ടാണോ എന്നറിയത്തില്ല. എന്നാലും നമ്മളൊരു ഫസ്റ്റ് ടൈം ഈ ഒരു സംഭവത്തിലോട്ട് വരുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഒരു ത്രില്ലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇനി അധികം പറയുന്നൊന്നുമില്ല, ആപ്പ് കാണിക്കാം. നമ്മൾ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെയാണ്. കുറച്ചൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. കാരണം ഈ അപ്ഡേഷൻ വന്ന പിന്നെ ഞാൻ ഓടിയിട്ടില്ല. ഗിഗ് വന്ന പിന്നെ അതിന് മുന്നത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാഷ് ലിമിറ്റ് ഉയർന്നിട്ടുണ്ട്. ടോട്ടൽ ക്യാഷ് ലിമിറ്റ് 818, ക്യാഷ് ഇൻ ഹാൻഡ് 543 രൂപ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അവൈലബിൾ ക്യാഷ് ലിമിറ്റ് ഇനി ബാലൻസ് 275 രൂപയുടെ ഓർഡറും കൂടെ അടിക്കുന്നതാണ് കേട്ടോ. 878 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ. ആ എമൗണ്ട് തന്നെ ക്യാഷ് ലിമിറ്റായിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട്. പണിയുന്നതനുസരിച്ച് ക്യാഷ് ലിമിറ്റ് കൂടി വരും. അങ്ങനെയാണ് മനസ്സിലാക്കിയേക്കുന്നത്. പിന്നെ വിഡ്രോ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. വിഡ്രോ ചെയ്യായിരുന്നു 300 രൂപ 2 തവണ വന്നായിരുന്നു. പക്ഷേ ക്യാഷ് ലിമിറ്റ് അടിച്ച് ക്യാഷ് ഓൺ ഡെലിവറി അടിച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 10 രൂപ ടിപ്പ് ഉണ്ട്. അത് വേണമെങ്കിൽ വിഡ്രോ ചെയ്താൽ ഇപ്പോൾ തന്നെ അക്കൗണ്ട് വരും. ചുമ്മാ ചെയ്തേക്കാം. ഒരു തവണ വിഡ്രോ ചെയ്യാമെന്നാണ് പറഞ്ഞത്. വിഡ്രോ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിൽ വരും 10 രൂപ. പിന്നെ നമ്മൾ ഓടിയ എമൗണ്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ ഹിസ്റ്ററിയും ഇതാ 10 രൂപ വന്നു. ചരിത്രമൊക്കെ ഇപ്പോൾ ഇത് അടുത്ത ദിവസമായി കേട്ടോ. 12 മണി കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസമായി. അതായത് ഇതൊക്കെ മാഞ്ഞു പോയത്. വീക്കിലി ഡെയിലി വീക്കിലി നമ്മൾ 878 രൂപയ്ക്കാണ് ഓടിയത്. ഇവിടെ കാണിക്കുന്നുണ്ട്. 20 ഓർഡർ എടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ 6.1 മണിക്കൂർ കാണിക്കുന്നത്. അതെനിക്കൊന്ന് ഓരോ ഓർഡറിൻ്റെ ഒന്നും ടോട്ടലൊന്നുമല്ല. അതൊരു ബ്രോ എന്നോട് പറഞ്ഞായിരുന്നു ഓർഡർ കൊണ്ടു കൊടുക്കുന്ന സമയം വെച്ചാൽ കൂട്ടുന്നതെന്ന്. 878 രൂപ ഏണിങ്സ് കാണിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ 16 രൂപ. അതൊക്കെയാണ് 862 രൂപ ഓർഡർ പേ. ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോ ഓർഡർ വെച്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് എവിടെയാണ് ഇതിൻ്റെ അകത്തുണ്ട് ട്രിപ്പ് വീക്കിലി കണ്ടോ. ഇത് ഓരോ ഓർഡർ വെച്ചിട്ട് ഓരോ ഓർഡർ എടുക്കുമ്പോൾ അതിൻ്റെ ചരിത്രം ഫുള്ള് ഇവിടെ കിട്ടും കേട്ടോ. കണ്ടോ ലാസ്റ്റ് കൊടുത്ത ഓർഡർ അസൈൻ ആയത് 11:28, റീച്ച് റെസ്റ്റോറൻറ്റ് 11:37, 4.27 കിലോമീറ്റർ പിക്കപ്പിലോട്ട് പോയതാണ് കേട്ടോ. ഡ്രോപ്പ് 11:46, ഓർഡർ പിക്കഡ്, ഓർഡർ ഡെലിവേർഡ് 12:02, ടോട്ടൽ 9.91 കിലോമീറ്റർ. ഇങ്ങനെ എല്ലാം കാണും കേട്ടോ. 73.90 അല്ല 9.0 പൈസ നമുക്ക് ലാസ്റ്റ് ഓർഡറിന് കിട്ടിയത്. പിന്നെ സ്വിഗ്ഗിയിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓർഡർ എടുത്ത് പോകുന്ന വഴിക്ക് റെയിൻ സർജ് ഓൺ ആയാലും കിട്ടും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. റെയിൻ സർജ് ഓൺ ആയിട്ടിരുന്നാൽ മാത്രം അടിക്കുന്ന ഓർഡറുകൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് റെയിൻ സർജ് ഓൺ ആയാലൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇടയ്ക്ക് 2-3 റെയിൻ സർജൊക്കെ ഓൺ ആയിരുന്നു. പക്ഷേ എനിക്കത് കിട്ടില്ല, യാത്രയിലായിരുന്നുകൊണ്ട്. ഇപ്പോൾ റെയിൻ സർജ് ഓൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഓർഡർ അടിച്ചാൽ കിട്ടും. അങ്ങനെയാണ് സൊമാറ്റോയുടെ മനസ്സിലാക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു ഓർഡർ അടിച്ചിരുന്നത് മൾട്ടി ആയിരുന്നു. അത് മാത്രമേ മൾട്ടി ആയിട്ട് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുപ്പിച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. 20 ഓർഡർ എടുത്തിട്ടുണ്ട്. 11:28 ലാസ്റ്റ് ഓർഡർ. അതിന് മുമ്പ് 11, 10:35, 10:12, 9:59, 9:35, 9:04, 8:49, 8:18, 7:36 കണ്ടോ. ലാഗില്ല. കൊടുക്കും ബാക്ക് ടു ബാക്ക് അടിയായിരുന്നു. സൊമാറ്റോ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് കേട്ടോ. ഇതാണ് വീക്കിലി സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ഒക്കെ കാണിക്കുന്നത്. 2,750 രൂപ. അതായത് 800 ഇൻസെൻറ്റീവ് കിട്ടും. അത്രയും രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ 3,250 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ 1,350 രൂപ കിട്ടും. അപ്പോൾ എനിക്ക് മിസ്സായി പോയ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കത് അറിയാമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വീട്ടിൽ പോയാനെ. 11 ആയപ്പോഴേ ഞാൻ കിട്ടുമെന്ന് ഓർത്തേ. ഞാൻ ശ്രദ്ധിച്ചില്ല ആ ഒരു കണ്ടീഷൻ അതിനകത്ത് വരുമെന്ന്. ഇത് എവിടെയും കണ്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെയും കാണിച്ചോട്ടെ. ഇതാണ് ഞാൻ നോക്കിയത്. 12 to 2 കംപ്ലീറ്റ് 7-9. പക്ഷേ ഇതല്ല. ഇവിടെയും കാണിക്കുന്ന യു ഹാവ് മിസ്ഡ് 400 ഇൻസെൻറ്റീവ് എന്നാണ്. ഇനി തൊട്ട് മുന്നൊരു സംഭവമുണ്ട്. ഇവിടെയാണെന്ന് ശരിക്കും കാണിക്കേണ്ടത്. ഇവിടെ 12 to 3 നോട്ട് കംപ്ലീറ്റഡ്, 7 to 9 കംപ്ലീറ്റഡ്. ആ ഒരു കേസിലാണ് നമ്മുടെ ഇതുണ്ട് 6 ഗിഗ് 13 ഓർഡർ 250 രൂപ പോയത്. 250 രൂപ അങ്ങോട്ട് കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ വരുമാനം ഒരു 1,100ഓളം വന്നേനെ. അതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം പിടിച്ചു നിന്നത്. സംഭവം പോയി. സാരമില്ല, നമുക്ക് നാളെ പിടിക്കാം. 878 രൂപ വലിയ തിരക്കേടില്ലാത്ത വരുമാനമാണ്. എല്ലാം കൂടെ കഴിഞ്ഞിട്ടൊരു 400-500 400-450 രൂപയും കിട്ടി. കാരണം നമ്മൾ ഈ ആഴ്ച ഒന്നും നോക്കുന്നില്ല, പ്രത്യേകിച്ച് വലിയ എമൗണ്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം ബ്ലൂ പാർട്ട്ണറാണ്. നമ്മൾ ഇവിടുന്ന് കയറി വരേണ്ട ബ്രോൺസ് ആകണം, സിൽവർ ആകണം, ഡയമണ്ട് ആകണം. ഡയമണ്ട് ആകുന്നിടം വരെ ഓടിയാൽ കാര്യമുള്ളൂ. ഡയമണ്ട് ആയാലേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളിലോട്ടൊക്കെ കടക്കത്തുള്ളൂ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മൾ കുറച്ച് നഷ്ടക്കച്ചേരിയില്ല. നമുക്ക് ഇതിൻ്റെ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓടുക എന്നുള്ളൂ. ഞാൻ പറയാം ഈ ആഴ്ച സ്ട്രഗിളാണ്. ഈ ആഴ്ച നമ്മൾ ഒരാഴ്ച എടുക്കുമായിരിക്കും നമ്മൾ ഡയമണ്ട് എത്താൻ. അത് കഴിയുമ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് എല്ലാ സ്ലോട്ടും ബുക്ക് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസെൻറ്റീവ് ഒക്കെ അടിച്ച് വർക്ക് ചെയ്ത് നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ പെട്രോൾ ഇത്ര എന്നൊക്കെ പറഞ്ഞ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാനല്ല, നമുക്ക് വീഡിയോയിലൂടെ പറയാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോയും കാര്യങ്ങളും ഉണ്ടാകും കേട്ടോ. ഇത് ഈ ഡെയിലി ഇടുക. ഇപ്പോൾ സൊമാറ്റോയുടെ വീഡിയോ ഇല്ലെന്ന് പറഞ്ഞ് കമൻറ്റൊക്കെ വരുന്നുണ്ട്. ഇട്ടുവാണ്, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് വയ്യ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഒരുപാട് സ്നേഹം. നാളെ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും.